ഗുഡ് ഈവനിങ് ഓൾ. സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസ് എല്ലാ വ്യാഴാഴ്ചകളും നടത്തിവരുന്ന ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബ്ലൂ പ്രിന്റ് ടു സക്സസ്. സക്സസ് എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ? പക്ഷെ നമുക്ക് എല്ലാവർക്കും നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ സക്സസ് ആവാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്കത് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന മാർഗം കറക്റ്റ് അല്ല, നമ്മൾ ചൂസ് ചെയ്യുന്ന പാത്ത് കറക്റ്റ് അല്ല. ശരിയായ പാത്ത് സ്വീകരിച്ച് നമ്മൾ ബ്ലൂ പ്രിന്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് വിജയത്തിലേക്ക് എത്തുവാനുള്ള കുറച്ച് കാര്യങ്ങളുമായാണ് ഇന്ന് നമ്മുടെ പ്രിയങ്കരിയായ ഡോക്ടർ ലിസി ഷാജഹാൻ മാം നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത്. മാമിനെ വെൽക്കം ചെയ്യുന്നതിന് മുമ്പായി ദയവായി എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വോയിസ് മ്യൂട്ട് ചെയ്ത് 1 മണിക്കൂർ ക്ലാസ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ പ്രോഗ്രാമിലേക്ക് നമ്മുടെ പ്രിയങ്കരിയായ ഡോക്ടർ ലിസി ഷാജഹാൻ മാമിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. മാം പ്ലീസ് വെൽക്കം. താങ്ക് യു അംബിക. ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ്. ഒത്തിരി പേര് ഞാൻ പുതിയതായിട്ട് കണ്ടു. പഴയ ആൾക്കാരുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. എന്റെ കോച്ചൊക്കെ ഉണ്ട്, എന്റെ പ്രിയപ്പെട്ട കോച്ചുമാർ ഇതിനകത്തുണ്ട്. സോ എനിക്കറിയുന്ന എന്റെ ഒത്തിരി അറിയുന്നവര് വേണ്ടപ്പെട്ടവരൊക്കെ ഇതിനകത്തുണ്ട്. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. വെൽക്കം ടു തേഴ്സ്ഡേ ഈവനിങ്. തേഴ്സ്ഡേ ഈവനിങ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം തരുന്ന ദിവസമാണ് തേഴ്സ്ഡേ ഈവനിങ്. സന്തോഷിക്കണം കേട്ടോ. ഇന്ന് മുതൽ അടുത്ത തേഴ്സ്ഡേ ഈവനിങ്ങിൽ എന്തായിരിക്കും കേട്ടത്. ഇന്ന് എനിക്ക് വളരെ പ്രിയപ്പെട്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അറിയാതെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഏതെങ്കിലും 1-2 കാര്യങ്ങളെങ്കിലും ടേക്ക് അവേ ചെയ്യണം. ഇത് അപ്ലൈ ചെയ്ത് നോക്കണം. ലൈഫ് ഡെഫിനറ്റ് ആയിട്ട് ചേഞ്ച് ആവും. മോട്ടിവേഷൻ അല്ല ഇത് റിയാലിറ്റിയാണിത്. ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങൾ പലതും എൻ്റെ ലൈഫിൽ പല സന്ദർഭങ്ങളിലും ഞാൻ അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യിപ്പിച്ചു. അവർ വിജയം കണ്ടെത്തിയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് ഞാൻ അപ്ലൈ ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യമാണ്. സോ ഞാൻ ഇന്ന് ഈവനിങ്ങിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരിലേക്കും ഞാനിത് ഷെയർ ചെയ്യാൻ പോവാണ് കേട്ടോ. അടിപൊളി സാധനമാണ്, ഒന്നും മിസ് ചെയ്യരുത്. ഓക്കെ. സക്സസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഡിഫറെന്റ് ആണ് അല്ലേ? ഓരോരുത്തർക്കും സക്സസ് ഈസ് ഡിഫറെന്റ് ഫ്രം വൺ പേഴ്സൺ ടു അതർ. ഒരാളുടെ സക്സസ് അല്ല വേറൊരാളുടെ സക്സസ്. സക്സസിന് ഡിമാൻഡ് ചെയ്ത 6 കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം 6 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ദ സീക്രട്ട് ഫോർമുല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദ ഫസ്റ്റ് സീക്രട്ട് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ആണ്. നമ്മൾ സ്മാർട്ട് വർക്ക് പറയും, ഷാർപ്പ് വർക്ക് പറയും, ഇതൊക്കെ പറഞ്ഞാലും ഹാർഡ് വർക്കിന് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് നമുക്ക് വിജയം കിട്ടുക. ഡോണ്ട് ബിലീവ് ഇൻ ലക്ക്. ചിലർ വിചാരിക്കാറുണ്ട്, എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കല്യാണം കഴിഞ്ഞ ആദ്യ കാലങ്ങളിൽ ഹസ്ബൻഡ് പറയാറുണ്ട്, നമുക്ക് കാശ് വരുന്ന സമയത്ത് അതൊക്കെ ചെയ്യാം. ഞാൻ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നമുക്ക് അത് ചെയ്താലോ ഇത് ചെയ്താലോ, നമുക്ക് കാശ് വരുമ്പോൾ ഞാൻ ആദ്യം അതൊക്കെ കേട്ടങ്ങ് വിശ്വസിക്കും. കാശ് വരുമായിരിക്കും. എവിടെ നിന്നാണ് കാശ് വരുന്നത്? അങ്ങനെ ഒരു കാശൊന്നും വരാറില്ല. ഞാൻ ഇപ്പോൾ ഹസ്ബൻഡിനോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അന്ന് ഈ കാശ് വരും എന്ന് പറഞ്ഞ് എവിടെ നിന്നായിരുന്നു? ലോട്ടറി അടിക്കുമ്പോഴാണോ? എൻ്റെ ഹസ്ബൻഡിന് ലോട്ടറി എടുക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെ. സത്യം പറഞ്ഞാല് ഞാൻ ഒരിക്കലും ലക്കിൽ ഞാൻ ബിലീവ് ചെയ്യാത്ത ഒരാളാണ്. ബിലീവ് ഇൻ ഹാർഡ് വർക്ക്. നിങ്ങൾക്ക് ഹാർഡ് വർക്കിൽ നിങ്ങൾ ബിലീവ് ചെയ്യണമെങ്കിൽ ലക്ക് പുറകെ വരും, അത് ഉറപ്പാണ്. ആർക്കെങ്കിലും ലക്ക് വഴി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോട്ടറി അടിച്ചവരുടെ സ്റ്റോറീസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഹാർഡ് വർക്ക് ആണ് സീക്രട്ട്. ദർ ഇസ് നോ ലക്ക്. നമ്മൾ പറയാറുണ്ട്, വെൻ പ്രിപ്പറേഷൻ മീറ്റ് ഹാർഡ് വർക്ക് ഓർ ഓപ്പർച്യൂണിറ്റി, വെൻ പ്രിപ്പറേഷൻ ഓർ ഹാർഡ് വർക്ക് മീറ്റ് ഓപ്പർച്യൂണിറ്റി, ദിസ് ഈസ് കോൾഡ് ലക്ക് എന്ന് പറയും. അങ്ങനെ ലക്ക് എന്ന് പറഞ്ഞ പ്രത്യേക സാധനമൊന്നുമില്ല. ഹാർഡ് വർക്ക്, അതിൽ വിശ്വസിക്കുക. ഡോണ്ട് ബിലീവ് ഇൻ ലക്ക്, ബിലീവ് ഇൻ ഹാർഡ് വർക്ക്. അതുപോലെ തന്നെ അടുത്തത്, സ്റ്റോപ്പ് ട്രൈങ് ടു റഷ് ദ പ്രോസസ് ഓർ സെർച്ചിങ് ഫോർ എ ഷോർട്ട് കട്ട്. എളുപ്പത്തിൽ എങ്ങനെ കാശുണ്ടാക്കാം? ഈ 6 മെത്തേഡുകൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത 3 മാസത്തിനുള്ളിൽ ലക്ഷാധിപതിയുടെ കോടിപതിയാകാം. അത് ഒരിക്കലും വർക്ക്ഔട്ട് ആവുന്ന കാര്യമല്ല. വളരെ പേഷ്യന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമാണ് റിസൾട്ട് കിട്ടുന്നത്. ഈ കഴിഞ്ഞ 24 വർഷമായിട്ട് ഞാൻ എന്നിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു ദിവസം പോലും മുടങ്ങാതെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇത് അല്ലാതെ നമുക്ക് ഇത് ഈ ഹാർഡ് വർക്ക് അല്ലാതെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളെ വിശ്വസിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ സക്സസ് ഉണ്ടാവില്ല. ഒന്നാമത്തെ സീക്രട്ട് ഫോർമുല ഹാർഡ് വർക്ക് ആണ് കേട്ടോ. ഇത് നമ്മൾ ഇത് ഇന്ന് കുറിച്ചിട്ട് വെക്കണം. ഒന്നാമത്തെ സീക്രട്ട് ഫോർമുല ഹാർഡ് വർക്ക് ആണ്. രണ്ടാമത്തെ പേഷ്യൻസ് ആണ്. നമുക്ക് പേഷ്യൻസ് നഷ്ടപ്പെടും ഉറപ്പായിട്ടും.
ഇഫ് യു ആർ ലൂസിങ് ദ പേഷ്യൻസ്, യു ആർ ലൂസിങ് ദ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം. ഡിലേ വരും, ഒരു ഡിവൈൻ ഡിലേ വരും. ആ ഡിവൈൻ അതിന് ഞാൻ പറയുന്ന പേര് ഡിവൈൻ ഡിലേ എന്നാണ്. എന്തോ നമ്മുടെ ഡിസറബിലിറ്റി കൂട്ടാൻ, നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ കുറച്ചുകൂടെ ക്വാളിറ്റി നമ്മൾ അക്വയർ ചെയ്യേണ്ടതുണ്ടാകും. അതിനുവേണ്ടി ചിലപ്പോ നമ്മൾ സക്സസ് വിചാരിക്കുന്ന അത്ര എളുപ്പം കിട്ടണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മളിപ്പോ ഇറങ്ങിത്തിരിക്കുന്ന ആദ്യം ഫസ്റ്റ് നത്തിങ് ഹാപ്പൻസ്, ഒന്നും സംഭവിക്കില്ല. ഒരു കോച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് പേഴ്സൺ പഠിച്ചിറങ്ങിയ ഉടനെ എനിക്ക് ഒരുപാട് ഇങ്ങനെ അച്ചീവ് ചെയ്യാമെന്നൊക്കെ ചിന്തിച്ചാൽ നടക്കത്തില്ല. ഫസ്റ്റ് ഒന്നും സംഭവിക്കത്തില്ല. ദെൻ ഇറ്റ് ഹാപ്പൻസ് സ്ലോലി ആൻഡ് സഡൻലി ഓൾ അറ്റ് വൺസ്. സ്ലോലി ഇവൻച്വലി യു വിൽ ഗെറ്റ് സക്സസ്. അതിന്റെ പേഷ്യൻസ് വേണം. ഇപ്പൊ ഒരു കച്ചവടം ഇട്ടിട്ട് അത് ഇന്നലെ ഞാനൊരു ഫ്രണ്ടിനെ, ഇവിടെ ദുബായിൽ തന്നെ ഉള്ളൊരു ഫ്രണ്ട് എന്നെ കാണാൻ വന്നു. ഫ്രണ്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടായ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഒരു ലേഡി, ഒരു സ്ത്രീയാണ്. അവരെന്നെ കാണാൻ വന്നു. ഷീ ഈസ് വെരി വൈബ്രന്റ്, വെരി ഹാർഡ് വർക്കിംഗ്, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പെയിന്റിങ് ചെയ്യുന്നു, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്നു, ദെൻ വേറൊരു ട്രാൻസ്പോർട്ടേഷൻ സർവീസ് നടത്തുന്നു. സക്സസ് ആകാൻ വേണ്ടി എന്തും ചെയ്യുമെന്നൊക്കെ പറയില്ല, അതെല്ലാം ചെയ്യുന്നു. പക്ഷെ ഒറ്റ കാര്യമാണ് പുള്ളിക്കാരിയിലേക്ക് ഞാൻ ലാക്കിയതൊരു കാര്യം, പേഷ്യൻസ് ഇല്ല. എല്ലാം ഒരു 6 months ചെയ്യും. ഞാൻ ചോദിച്ചു പിന്നെ ആ ബിസിനസ് എന്താ പറ്റി? എനിക്ക് സക്സസ്, എനിക്കതിലൊരു വലിയ ഇത് തോന്നിയില്ല, ഞാനത് വിട്ടു. എനിക്ക് സക്സസ് കിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ച റിസൾട്ട് കിട്ടില്ല, വിട്ടു. ഇത് ഗിവപ്പ് ചെയ്യരുത്. നമ്മൾ കുറച്ച് പേഷ്യൻസ് കാണിക്കും. നമ്മൾ ചെയ്യുന്ന എന്ത് തന്നെയാണ്, നിങ്ങൾ ഏത് ബിസിനസ്സാണ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ആക്ടിവിറ്റിയാണ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ കുറച്ച് പേഷ്യൻസ്, കുറച്ച് നേരം ആ ഡിവൈൻ ഡിലേയിൽ നിങ്ങൾ വിശ്വസിക്കുക. എവറിത്തിങ് ഹാസ് ദ പ്രൈസ്, ഇറ്റ്സ് ഓൺ പ്രൈസ്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്, ഒരു പ്രൈസ് ഉണ്ട്. ദ ക്വസ്റ്റ്യൻ ഈസ്, ആർ യു റെഡി ടു പേ ഫോർ ദ ലൈഫ് യു ഡിസയർ? നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ്, ആ ലൈഫിലേക്ക് എത്താൻ നിങ്ങൾ പേ ചെയ്യാൻ തയ്യാറാണ്? നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ തയ്യാറുണ്ടോ? നിങ്ങൾ അതിന് റെഡി ആണോ? അതാണ് ക്വസ്റ്റ്യൻ. എല്ലാത്തിനും നമുക്ക് ഒന്നും വെറുതെ കിട്ടത്തില്ല, ഈ ലോകത്ത് ഒന്നും വെറുതെ കിട്ടത്തില്ല. സോ ആർ യു റെഡി ടു പേ ഇറ്റ് ഫോർ ദ ലൈഫ് യു ഡിസയർ? നമ്മൾ എല്ലാവരും 2 ലൈഫാണ് ജീവിക്കുന്നത് എന്ന് പറയും. എല്ലാവർക്കും 2 ലൈഫുണ്ട്. ഒന്ന് അവർ ജീവിക്കുന്ന ജീവിതം, നമ്മുടെയൊക്കെ ഈ ലൈഫ്. 2 അവർ ആഗ്രഹിക്കുന്ന ഒരു ലൈഫുണ്ട്. ഈ ആഗ്രഹിക്കുന്ന ലൈഫ് എന്ന് പറയുന്നത് വളരെ മുകളിലാണ്. ആ ലൈഫിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ വി ഹാവ് ടു പേ ഫോർ സംതിങ്, പേ ഫോർ ഇറ്റ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പേ ചെയ്ത്, ചിലപ്പോൾ സാക്രിഫൈസ് ആയിരിക്കും, ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ടാവും. 4മത്തത് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി ഇസ് വാട്ട് ട്രാൻസ്ഫോം ആവറേജ് ടു എക്സലൻസ്. ഒരു ആവറേജിൽ നിന്നും എക്സൽ ചെയ്യണമെങ്കിൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു ഒറ്റ കീ ഫോളോ ചെയ്താൽ മതി. ആവറേജ് പേഴ്സണെ എക്സലൻസിലേക്ക് എത്തിക്കുന്നത് കൺസിസ്റ്റൻസിയാണ്. ഇപ്പം നമ്മൾ ചിലപ്പോൾ അറിയില്ല, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കോച്ചുമാര് വന്ന് വീഡിയോസ് ഇടും. അപ്പോൾ വീഡിയോസ് ഇട്ടിട്ട് ആദ്യകാല വീഡിയോ കുറേ കൺസിസ്റ്റന്റ് ആയിട്ടാണ് അവർ വീഡിയോ ചെയ്യുന്നതെങ്കിൽ, കൺസിസ്റ്റന്റ് ആയിട്ട് ആ എഫേർട്ട് അതിനകത്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിടുന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും അവരൊരു 90 days ആകുമ്പോൾ ഫസ്റ്റ് എക്സലൻസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കയറും. ദെൻ അവരൊരു 360 days കഴിയുമ്പോൾ അവർ 100% എക്സലായി മാറും. കൺസിസ്റ്റൻസി ആണ് ഈസ് വാട്ട് ട്രാൻസ്ഫോം ആവറേജ് ഇൻറ്റു എക്സലൻസ്. അപ്പൊ കൺസിസ്റ്റൻസിയാണ് 4മത്തെ. 1, 2, 3 പറഞ്ഞത് മറന്നു പോകരുത് കേട്ടോ. വിത്തൗട്ട് കൺസിസ്റ്റൻസി യു വിൽ നെവർ അച്ചീവ് ഗ്രേറ്റർ സക്സസ്. എന്ത് ചെയ്താലും ചെയ്തുകൊണ്ടേയിരിക്കുക. ആദ്യം നിങ്ങൾ റിസൾട്ടിനെ കുറിച്ച് ബോധർ ചെയ്യരുത്. റിസൾട്ട് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ചെയ്തുകൊണ്ടേയിരിക്കുക. അത് ഇപ്പം നമ്മളിപ്പം ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ ഇട്ട് നമ്മൾ എപ്പോഴും എടുത്ത് നോക്കും. സാധാരണ നോക്കാറുണ്ട് എത്ര ലൈക്ക് കിട്ടി. സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു എന്താ പറയണ്ട, നമ്മളൊരു ഇതിടും, ഒരു പോസ്റ്റർ ഇടും, എന്നിട്ട് ഉടനെ നമ്മൾ പോയി എടുത്ത് നോക്കും എത്ര ലൈക്ക് കിട്ടി, എത്ര ആരെങ്കിലും ഷെയർ ചെയ്തു. അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് live it. നമുക്കിത് എല്ലാത്തിൻ്റെയും ഒരു ഡേ വരും. നമുക്ക് ആ ഒരു എക്സലൻസിന്റെ ഒരു ഡേ വരും, അച്ചീവ്മെന്റിന്റെ ഒരു ഡേ വരും. അതുവരെ നമ്മൾ പേഷ്യന്റ് ആയിരിക്കുക, അതുവരെ കൺസിസ്റ്റന്റ് ആവുക. 5മത്തെ സീക്രട്ട് കീ എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആണ്. നമുക്ക് മോട്ടിവേഷൻ ഗെറ്റ്സ് യു ഗോയിങ്. നമ്മളെ മുന്നോട്ട് പോകാൻ നയിക്കുന്ന മോട്ടിവേഷൻ. വേറെ ലോട്ട് ഓഫ് മോട്ടിവേഷൻ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ മോട്ടിവേഷൻ. നമുക്കറിയുന്ന ഒരാൾ ചെയ്തു, അതേപോലെ ഞാനും ചെയ്യണം. അല്ലെങ്കിൽ വേറൊരാൾക്ക് സക്സസ് കിട്ടി, ഞാനും ചെയ്യും, അതൊരു മോട്ടിവേഷൻ. അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടു, മോട്ടിവേഷൻ ആണ്. ഒരു ഓഡിയോ ശബ്ദം കേട്ട് മോട്ടിവേഷൻ ആണ്.
ഒരു ഫ്രണ്ടിനെ ഒരു അപ്രീസിയേഷൻ കിട്ടി, മോട്ടിവേഷൻ ആണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു മെന്റർ പറഞ്ഞു നന്നായിട്ട് ചെയ്യുന്നല്ലോ, നന്നായിരിക്കുന്നു കേട്ടോ, അതൊരു മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ ഗെറ്റ്സ് യു ഗോയിങ്, നമ്മൾ മുന്നോട്ട് നയിക്കണം. ബട്ട് ഡിസിപ്ലിൻ കീപ്സ് യു ഗ്രോയിങ്. അഞ്ചാമത്തത് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ അഞ്ചാമത്തെ സക്സസ് സീക്രട്ട് എന്നത് ഡിസിപ്ലിൻ ആണ്. മോട്ടിവേഷൻ നമ്മൾ മുന്നോട്ട് മോട്ടിവേഷൻ കിട്ടിയാൽ നമ്മൾ പൊക്കോട്ടേയിരിക്കും. പക്ഷെ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രോ ചെയ്യും. ഡിസിപ്ലിനിലേക്ക് ഗ്രോ ചെയ്തില്ല. വളരണമെങ്കിൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. there will be days when you don't feel like not doing something. അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ നമ്മൾ ആയിരിക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ചിലപ്പോൾ നമ്മളൊരു ഇന്റേണൽ നമ്മളൊരു എക്സ്റ്റേണൽ പുഷ് വേണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ പുഷ് ചെയ്ത് നമ്മൾ ചെയ്യിപ്പിക്കും. പക്ഷെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് ആ ഒരു പുഷിന്റെ ആവശ്യം വരത്തില്ല. അത് നമ്മുടെ ഒരു ഹാബിച്വൽ ആക്ഷനായി മാറും. ഡിസിപ്ലിൻ നമ്മുടെ ഹാബിച്വൽ ആക്ഷനായി മാറും, അതൊരു ബിഹേവിയറായി മാറും. അഞ്ച് സക്സസ് സീക്രട്സ് ഞാൻ പറഞ്ഞു. ആറാമത്തെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചാറ്റ് ബോക്സിൽ 6 എണ്ണം ഇടണം. ഈ 6 എണ്ണം മനസ്സിൽ, നോട്ട്ബുക്കിലല്ല, മനസ്സിൽ ഇങ്ങനെ കുറിച്ചിട്ടിട്ട് നിങ്ങൾ പോകണം അവിടെ നിന്ന്. ആറാമത്തെ സെൽഫ് കോൺഫിഡൻസ്. ഒരുപാട് ഡെഫിനിഷൻ സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ച് പറയാം. എത്ര വേണമെങ്കിലും നമുക്ക് പറയാം. എന്താണ് സെൽഫ് കോൺഫിഡൻസ് വെച്ചാൽ യു ക്യാൻ സേ ഹൺഡ്രഡ്സ് ഓഫ് ഡെഫിനിഷൻസ്. ബിലീവ് ഇൻ യുവർ സെൽഫ്, ബി സ്ട്രോങ്, then അങ്ങനെ believe in your power, believe in your belief system. അങ്ങനെ ഒത്തിരി കാര്യമില്ല. കോൺഫിഡൻസിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ റിഫൈൻഡ് ആയിട്ടുള്ള, എന്നാൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഇവിടെ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഐ വിൽ ബി ഫൈൻ ഇഫ് ദേ ഡോണ്ട് ലൈക്ക് മീ. വേറെ ആൾ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഫൈനാണ്. ഐ വിൽ ബി ഫൈൻ ഇഫ് ദേ ഡോണ്ട് ലൈക്ക് മീ. ആരും എന്നെ ഇഷ്ടപ്പെടണ്ട, ഞാൻ വളരെ ഫൈനാണ്, ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ ഓക്കെയാണ്. ഇതാണ് സെൽഫ് കോൺഫിഡൻസ്. എൻ്റെ വീഡിയോ ഇന്ന് എൻ്റെ ലൈഫ് കോച്ചിങ്ങിന്റെ ഒരു സെഷനിൽ, ഓറിയന്റേഷൻ സെഷനിൽ എൻ്റെ ഒരു സ്റ്റുഡന്റ്, അപ്കമിങ് സ്റ്റുഡന്റ് ജോയിൻ ചെയ്ത് 19th സെഷൻ തുടങ്ങുന്നു, അടുത്ത ബാച്ച്. എൻ്റെ ഒരു കുട്ടി ചോദിച്ചതാണ്, എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ബാക്കിയൊക്കെ ചെയ്യാൻ ഞാൻ പഠിച്ചോളാം മാം, മറ്റു ഒറ്റ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് വീഡിയോ ഇടാൻ ഭയങ്കര പേടിയാണ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇതാണ് എൻ്റെ പ്രശ്നം. മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും എന്ത്, ഞാൻ ഓക്കെയാണ്, ആരെന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഓക്കെയാണ്. നമ്മൾ സ്പോട്ട് ലൈറ്റ് മറ്റുള്ളവരുടെ നേരെ തിരിച്ചു വെക്കുക, നമ്മളിലേക്ക് തിരിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ഞാൻ എങ്ങനെ ഇരിക്കും, എന്റെ കാര്യത്തില്, അയ്യോ ഞാൻ എന്താണ്, എങ്ങനെ ആയിരിക്കും മറ്റുള്ളവർ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ കാണുക, ഇങ്ങനത്തെ ഒരു തോട്ട് വരരുത്. മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും എന്ത് ചിന്തിച്ചാലും ഞാൻ ഓക്കെ ആണെന്ന് വിചാരിച്ചാൽ അതാണ് കോൺഫിഡൻസ്. സോ 6 സീക്രട്സ് വേഗം ചാറ്റ് ബോക്സിൽ ഇടാമോ? ഈ 6 സീക്രട്ടുകൾ ഇടാമോ? ഫസ്റ്റ് ഒന്നുകൂടെ ഞാൻ പറയാം. ഫസ്റ്റ് ഹാർഡ് വർക്ക്, പേഷ്യൻസ്, ദെൻ സാക്രിഫൈസ്. മൂന്നാമത്തെ സാക്രിഫൈസ് ഞാൻ പറഞ്ഞോ? ഇഫ് യു ഡോണ്ട് സാക്രിഫൈസ് ഫോർ വാട്ട് യു വാണ്ട്, ദെൻ വാട്ട് യു വാണ്ട് ബിക്കം ദ സാക്രിഫൈസ്. മൂന്നാമത്തെ ഞാൻ പറഞ്ഞില്ല. മൂന്നാമത്തെ സാക്രിഫൈസ് ആണ്. നമ്മൾ സാക്രിഫൈസ് ചെയ്യാതെ ഒന്നും കിട്ടൂല, സത്യമാണ്. ലൈഫിൽ ഒത്തിരി സാക്രിഫൈസ് ചെയ്യണം. ചില കാര്യങ്ങൾക്ക് പ്രിയപ്പെട്ടത് വേണ്ടെന്ന് വെക്കണം. എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പം ഞാൻ കോഫിയാണ് കുടിക്കുന്നത്. ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ബൂസ്റ്റ് ഇട്ട ചായ. അതിൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അപ്പൊ അത് ഞാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കോഫി ആക്കി. അപ്പൊ കോഫി ആക്കി നന്നായിട്ട് മധുരം ഇട്ട് കോഫി കുടിക്കും. അപ്പൊ ഞാൻ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ മധുരം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ ആ മധുരം ഒഴിവാക്കി കയ്പുള്ള കോഫി കുടിക്കും. അതൊരു സാക്രിഫൈസ് ആണ്. പക്ഷെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞാനത് സ്നേഹിക്കാൻ തുടങ്ങി, ഇഷ്ടപ്പെടാൻ തുടങ്ങി. മമ്മൂട്ടി ഒരു സിനിമയിൽ പറയില്ലേ, വെറുത്ത് അവസാനം നമ്മൾ ഇഷ്ടത്തിലാവുമെന്ന് പറയുന്ന പോലെ വെറുത്ത് ഞാൻ ആ കോഫി ഭയങ്കരമായിട്ട് ഇപ്പൊ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെയാണ് ഓരോ കാര്യവും നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മളിലേക്ക് വന്ന് കിട്ടും, നമുക്ക് വന്ന് ചേരും. സാക്രിഫൈസ് ചിലപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരുമായിട്ട് ഇരിക്കുന്ന ഒരു ടൈം, അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന സമയമായിരിക്കും. ഞാൻ ഭയങ്കര സിനിമ അഡിക്ഷൻ ഉള്ള, OTT പ്ലാറ്റ്ഫോം ഒന്നും മിസ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. നെറ്റ്ഫ്ലിക്സ് കാണും, എന്താണ് പ്രൈമിന്റെ സിനിമ കാണും. ചിലപ്പോൾ ഞാൻ പൊമ്പുള ഒരുമൈ എന്ന് പറഞ്ഞൊരു അടിപൊളി സിനിമ, ഒരു ത്രില്ലറാണ്, ബട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തീം, നല്ലൊരു സിനിമയാണെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു. ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു റീല് കണ്ടതാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ആ സിനിമ എവിടെയാണുള്ളത്, സൈന പ്ലേയിലാണുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി സൈന, കാരണം രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ 6 മണിക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് രാത്രി 11 വരെ വർക്ക് ചെയ്യും. എന്നിട്ട് പിന്നെ എനിക്ക് അത്രയും നേരം വർക്ക് ചെയ്താൽ കുറച്ചു നേരം എനിക്ക് സിനിമ കാണാം.
ഒരു സിനിമ ഞാൻ 4 ദിവസം കൊണ്ട് ആയിരിക്കും കണ്ടിരുന്നത്. അപ്പൊ ഇന്ന് ഞാൻ കാണാൻ പോകുന്ന സിനിമ പൊമ്പിളെ പൊമ്പിളെ ഒരു മെയ്. നല്ല പടമാണ്, മലയാളം പടമാണ് കേട്ടോ. അപ്പൊ ഈ ഈ 6 കാര്യങ്ങൾ അത്രയും നേരം വർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സിനിമയെ കാണാം. നമുക്കൊരു മീ ടൈം, നമുക്കൊരു സന്തോഷം വേണ്ടേ? എൻഡ് ഓഫ് ദ ഡേ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് തന്നെ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്കൊരു സന്തോഷം വേണം, നമുക്കും വേണം ഒരു ആനന്ദമൊക്കെ വേണം. അപ്പൊ അതിന് ഞാൻ ചിലപ്പം തെരഞ്ഞെടുക്കുന്ന വഴി സിനിമ, ചിലപ്പോൾ എമർജൻസി വർക്ക് ഉണ്ടെങ്കിൽ ഞാനത് സാക്രിഫൈസ് ചെയ്യും കേട്ടോ. ഫസ്റ്റ് ഹാർഡ് വർക്ക്, 2 പേഷ്യൻസ്, 3 സാക്രിഫൈസ്, 4 കൺസിസ്റ്റൻസി, 5 ഡിസിപ്ലിൻ, 6 സെൽഫ് കോൺഫിഡൻസ്. ഇതാണ് സക്സസിന്റെ സീക്രട്ട് എന്ന് പറയുന്നത്. ഇനി ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളിലേക്ക് ഞാൻ പോവാണേ. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങൾ. സക്സസ് എളുപ്പം കൊണ്ടുവരാനൊരു ബ്ലൂ പ്രിന്റ്. ഇപ്പോഴാണ് ഞാൻ ആ സബ്ജക്റ്റിലേക്ക് വരുന്നത്. ഇപ്പൊ ഞാൻ സക്സസ് സീക്രട്ട് പറഞ്ഞതേ ഉള്ളൂ, അത് ബോണസ് ആണ്. ബ്ലൂ പ്രിന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തത്, നമ്മൾ 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാര് ഡേ ഡ്രീം കാണും. ഇങ്ങനെ ഇരുന്നു, ഞാൻ അന്ന് 2024 ഡിസംബറിൽ ഞാൻ ഇങ്ങനെ എത്തും, 25 ജനുവരി ആകുമ്പം ഞാൻ നെക്സ്റ്റ് ലെവലിലേക്ക് ഉറപ്പായിട്ടും എത്തിയിരിക്കും. ഇങ്ങനെ ഇരുന്ന് ഡേ ഡ്രീമിങ് കണ്ടിട്ടിരിക്കുന്ന ഒരാൾ. അടുത്ത കാറ്റഗറി, കറക്റ്റ് പ്ലാൻ ഉണ്ടാക്കും, സ്ട്രാറ്റജൈസ് ചെയ്യും. മറ്റൊരാള് ഡേ ഡ്രീം ചെയ്യുമ്പോൾ, യെസ്, താങ്ക് യു ലിസി, വെരി ഗുഡ്. മറ്റാളുകൾ ഡേ ഡ്രീം ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രാറ്റജൈസ് ചെയ്ത് പ്ലാൻ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മുടെ ഫുഡ് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഡേ ഡ്രീമിങ്ങിൽ നിന്ന് പ്ലാൻ ആൻഡ് സ്ട്രാറ്റജിയിലേക്ക് വരണം. മറ്റുള്ളവര് ഡേ ഡ്രീം ചെയ്യുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യും, സ്ട്രാറ്റജൈസ് ചെയ്യും. അതാണ് നമ്പർ 1 സീക്രട്ട് ആണത്. നമ്പർ 1 സീക്രട്ട്. രണ്ടാമത്തത്, മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ നമ്മൾ പഠിക്കും. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും പഠിക്കണം എന്ന് ഞാൻ പറയും. നിങ്ങൾ ടീച്ചർ ആണെങ്കിൽ പഠിക്കണം, കോച്ച് ആണെങ്കിൽ പഠിക്കണം, മെന്റർ ആണെങ്കിൽ പഠിക്കണം, നിങ്ങളൊരു ഹോം മേക്കർ ആണെങ്കിൽ കൂടിയും പഠിക്കണം. ലൈഫ് ലോങ് ലേണിംഗ് ഉണ്ടോ? ലേണേഴ്സ് ആർ ഏണേഴ്സ് എന്നാണ് പറഞ്ഞത്. ഏൺ ചെയ്യുന്നവർ പഠിക്കുന്നവർക്കേ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എത്ര കൂടുതൽ കാശ് വാങ്ങണം, അത് നിങ്ങൾക്ക് എത്ര അറിവുണ്ട്, എത്ര വിസ്ഡം ഉണ്ടെന്നുള്ള ബേസിലാണ്. അതിനനുസരിച്ച് നമ്മളെ വാല്യൂ ആഡ് ചെയ്യുന്നതനുസരിച്ച്, നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനനുസരിച്ചാണ് നമുക്ക് പേയ്മെന്റ് ലഭിക്കുന്നത്, എല്ലാ അർത്ഥത്തിലും. അപ്പം മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതൊരു സീക്രട്ടാണ്, അതൊരു സക്സസ് സീക്രട്ടാണ്. ബാക്കിയുള്ളവർ ഉറങ്ങുന്ന സമയത്ത് എക്സ്ട്രാ 1 മണിക്കൂർ കൂടെ പഠിക്കുക. രാവിലെ എഴുന്നേക്കാം, താങ്ക് യു ഗിരീഷ്. രാവിലെ എഴുന്നേക്കാം, മറ്റുള്ളവർ ഉറങ്ങുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂർ നിങ്ങളൊന്ന് റീഡിങ് 1 മണിക്കൂർ ഒന്ന് വായിച്ചു നോക്കിയേ. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ്. എൻ്റെ നെക്സ്റ്റ് ജൂലൈ 1 മുതൽ ട്രാൻസെൻഡൻസ് എന്നൊരു പ്രോഗ്രാം വരുന്നുണ്ട്. ഞാൻ രാവിലെയാണ് ആ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. രാവിലെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ജോയിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിൽ. കുറെ അധികം പേര് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു 21 ഡേയ്സ് കണ്ടിന്യൂസ് നമ്മളത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആ ഒരു ഹാബിറ്റ് ഫോം ചെയ്യും. നമ്മളൊരു ഡിസിപ്ലിനിലേക്ക് നമ്മൾ എത്തിക്കഴിയും. മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ നമ്മൾ പഠിക്കും, നമ്മൾ വർക്ക് ചെയ്യും. അത് രണ്ടാമത്തെ സീക്രട്ട്. മൂന്നാമത്തത്, ലേൺ അതേഴ്സ് കംപ്ലെയിൻ. ഈ കംപ്ലൈനിങ്, ബ്ലെയിമിങ്, ക്രിട്ടിസൈസിങ്, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് ഈ 3 നിങ്ങൾ ഒഴിവാക്കാമെങ്കിൽ ലൈഫിൽ 60% ഹാപ്പിനെസ് കിട്ടും. കംപ്ലൈനിങ്, സ്റ്റോപ്പ് കംപ്ലൈനിങ്. മറ്റുള്ളവരെ പരാതി പറയുക, ബ്ലെയിമിങ് ആൻഡ് ക്രിട്ടിസൈസിങ്, ജഡ്ജിങ്, 4 കാര്യങ്ങൾ, എക്സ്ക്യൂസിങ് 5 കാര്യങ്ങൾ. ഈ സമയത്ത് നമ്മൾ ഇവയെങ്ങനെ ഓവർകം ചെയ്യാന്ന് പഠിക്കുക. ഒരു പരാതി പറയുന്ന സമയത്ത് അതെങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താന്ന് ശ്രമിച്ചു നോക്കുക. ജഡ്ജ് ചെയ്യുന്ന സമയത്ത് അവരെ അൺകണ്ടീഷണലി സ്നേഹിക്കാൻ നോക്കുക. എക്സ്ക്യൂസ് നമ്മൾ ഇടുന്ന സമയത്ത്, അയ്യോ ഇന്ന് ഭയങ്കര മഴയായിപ്പോയി, പിന്നെ എങ്ങനെയാണ് രാവിലെ എഴുന്നേൽക്കുക? ചാടി എഴുന്നേക്കുക. അവിടെ 5 സെക്കൻഡ് റൂൾ, മെൽ റോബിൻസിന്റെ 5 സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യണം. നമുക്ക് അവിടെ നഷ്ടം. അപ്പോഴും നമ്മൾ ചിന്തിക്കാൻ ഉള്ള എന്താണെന്നറിയാവോ? ഇപ്പൊ കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ടാവും, ഞാനിവിടെ കിടന്നുറങ്ങിയാൽ എനിക്ക് സക്സസ് വളരെ താമസിക്കും. ഇപ്പൊ വർക്ക് ചെയ്യുന്ന എത്ര പേരുണ്ടാവും എന്നറിയാവോ? ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് സൈക്കോളജിസ്റ്റ് ആയിട്ടാണ്. അപ്പൊ എനിക്ക് അന്ന് ഇൻകം വർഷങ്ങൾക്ക് മുൻപാണ്. ഇൻകം അത് ഒന്നും ഉണ്ടാകില്ല. ഒരു ക്ലിനിക്കൊക്കെ ഇട്ടു, നാഷണൽ ഹൈവേയിലാണ്, കൊല്ലം നാഷണൽ ഹൈവേയിൽ ക്ലിനിക്കൊക്കെ ഇട്ടു, കുറെ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങി വെച്ചു. പക്ഷെ ആരും വന്നില്ല. വല്ലപ്പോഴും 1-2 പേര് വരും. എനിക്ക് സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം, പിന്നെ
എനിക്ക് ഓഫീസിന്റെ വാടക കൊടുക്കണം. നാഷണൽ ഹൈവേ ആണെങ്കിൽ അതുകൊണ്ട് നല്ല വാടകയുണ്ട്. വാടക കൊടുക്കണം, ഇലക്ട്രിസിറ്റി, ടെലിഫോൺ, അങ്ങനെ എല്ലാ പൈസ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു 6 മാസം എന്റെ കയ്യിരുന്ന പൈസയൊക്കെ വെച്ചിട്ട് അത് ഓടിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ ഞാനത് ഭംഗിയായിട്ട് പരാജയപ്പെട്ട് ഞാനത് പൂട്ടി. പിന്നെ ഞാൻ ചെയ്തത് എന്തെന്ന് വെച്ചാൽ, പൈസ ഉണ്ടാക്കാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ബിസിനസ് അന്ന് ശരിയാവത്തില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ PSCക്ക് പഠിക്കാൻ തുടങ്ങി. സത്യം ഞാൻ പറയാണ്, ഒരു 3 മന്ത്സ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. PSCക്ക് പഠിക്കുകയാണ്, PSC കോച്ചിങ്. ബ്രില്യൻസിന്റെ രാജീവ് സാറ് എനിക്ക് പേഴ്സണലി അറിയുന്ന സാറാണ്. അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ അന്ന് വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പൊ ഞാനൊരു അന്ന് ക്രാഷ് കോഴ്സ് ഉള്ളു, 7 days ക്രാഷ് കോഴ്സിന് പോയി. ആ ക്രാഷ് കോഴ്സിന് പോയിട്ട് ഞാൻ ഇത് പഠിച്ച സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നറിയാവോ? അപ്പം ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് സാർ പറയും, എത്ര നിങ്ങൾ ഒരു 18 മണിക്കൂർ വർക്ക് ചെയ്താൽ അത്രയും നല്ലത്. ഇത് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും റാങ്ക് ലിസ്റ്റ് എനിക്ക് 2-3 ഹൈക്കോർട്ട് അസിസ്റ്റന്റാണ് പോയത്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ടെസ്റ്റ് എഴുതാനാണ് ഞാൻ ക്രാഷ് കോഴ്സിന് പോയത് 7 ദിവസം. സാർ പറഞ്ഞു, ഒരുപാട് പഠിക്കാനുണ്ട്, നിങ്ങൾ ഇത്രയും സമയം പഠിക്കണം. അപ്പൊ അതിരാവിലെ ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് അതിരാവിലെ ഞാൻ 4 മണിക്ക് 5 മണിക്ക് എഴുന്നേക്കും. എഴുന്നേറ്റുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. ഞാൻ ഉറങ്ങാൻ കിടക്കുന്ന 1 മണിക്കാണ്. അപ്പോൾ ഞാൻ എഴുന്നേൽക്കുമ്പോൾ അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വയ്ക്കുന്നത്, എന്റെ കൂടെ പഠിക്കുന്ന ഇത്രയും പേരുണ്ട്, അവരെല്ലാം ഇരുന്ന് പഠിക്കുകയാണ്, ഞാൻ കിടന്ന് ഉറങ്ങണേ, എനിക്ക് എന്തായാലും ജോബ് കിട്ടൂല, ചാടി എഴുന്നേൽക്കും. ഈ ചിന്തയാണ് എന്നെ അവിടെ കൊണ്ടുവരുന്നത്. ഫോർച്ചുനേറ്റ്ലി എനിക്ക് PSC ഞാൻ ക്വാളിഫൈ ചെയ്തു, ഞാൻ ഗവൺമെന്റ് സർവീസ് കയറുകയും ചെയ്തു. ഞാൻ പിന്നെ അത് ഉപേക്ഷിച്ചു, അത് വേറെ കാര്യം. പക്ഷേ ഈ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും പഠിക്കും, ഞാൻ തഴയപ്പെട്ടു പോകും, ഞാൻ പിന്നോട്ടായി പോകും. അപ്പോൾ നമ്മൾ ആ സമയത്ത് മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യണം. ബിലീവ് അതേഴ്സ് ഡൗട്ട്. സാധാരണ 2-3 നമുക്കറിയാം, ആളുകള് സെൽഫ് ബിലീവേഴ്സും ഉണ്ട്, ഡൗട്ട് ചെയ്യുന്നവരും ഉണ്ട്. നമ്മുടെ കഴിവില് വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം, നമുക്ക് ചുറ്റും അറിയാം. നമുക്ക് ചുറ്റും വളരെ കഴിവുള്ള ചില ആളുകള് പറയും, എന്നെ കൊണ്ട് അതിനൊക്കെ പറ്റുമോ, എനിക്കതൊക്കെ ചെയ്യാൻ പറ്റുമോ, എനിക്ക് അതിനുള്ള കഴിവുണ്ടോ, എനിക്ക് സംശയമുണ്ട്, എനിക്ക് അതിനുള്ള കഴിവുണ്ടോ, എനിക്ക് സംശയമുണ്ട് എന്ന് പറയും. നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ രസം എന്ന് വെച്ചാൽ അവരുടെ കഴിവുകൾ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും കേട്ടോ, നിങ്ങൾ നന്നായി ചെയ്യാൻ പറ്റും എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ജെന്യുവിൻ ആയിട്ട് നമ്മൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരുടെ പിക്ചറേ മാറും ലൈഫില്. പിന്നെ ഒരു സക്സസ് കൊണ്ട്, സത്യം പറഞ്ഞാൽ അവരുടെ ലഭിക്കുന്ന സക്സസ് നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി നോക്കിക്കാണും. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ്. അവർക്ക് ഭയങ്കര സംശയമാണ്, എനിക്ക് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാൻ, എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയണം, ആരും ഒരു കാര്യത്തിലും ആരും ഇഴത്തപ്പെടേണ്ടവരല്ല. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും. ആർക്കും ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഇല്ല. നമ്മുടെ ഈ പറഞ്ഞ 6 കാര്യങ്ങൾ കൃത്യം, ഞാൻ ആദ്യം പറഞ്ഞ 6 കാര്യങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ ഏത് ആഗ്രഹമാണെങ്കിലും ഏത് ഗോളാണെങ്കിലും 100% നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും എല്ലാം പറ്റും. സോ മറ്റുള്ളവർ ഡൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബിലീവ് ചെയ്യണം. ബിലീവ് ഇൻ യുവർസെൽഫ്. നിങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. നിക്ക് വിജാസിക്ക് പറഞ്ഞൊരു രസകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. യു ഷുഡ് ബിലീവ് എവറി ഡേ എ മിറക്കിൾ വിൽ കം. ഒരു മിറക്കിൾ വരുമെന്ന് നിങ്ങൾ എല്ലാ ദിവസവും വിശ്വസിക്കുക. ഇഫ് ഇറ്റ് ഡസന്റ് വർക്ക്, അത് വന്നില്ലെങ്കിൽ യു ക്യാൻ ട്രൈ ദാറ്റ് യു ക്യാൻ ബിക്കം എ മിറക്കിൾ. നിങ്ങൾ സ്വയം ഒരു മിറക്കിളായി മാറുക എന്നാണ് പറഞ്ഞത്. നിങ്ങളൊരു മിറക്കിളായി മാറുക. ഞാൻ പറയുന്നത്, ആ മിറക്കിൾ ആകാനുള്ള ശക്തി നമ്മൾ എല്ലാവരിലും ഉണ്ട്. ഇത് ഞാൻ പറയുന്ന മോട്ടിവേഷൻ ഒന്നുമല്ല. എല്ലാവരിലും എല്ലാ കഴിവും ഇല്ല. പക്ഷെ ചില കഴിവുകൾ ഒരാളിൽ നിന്നും മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമാണ്. സോട്ട് അനാലിസിസ് ചെയ്ത് നോക്കിയാൽ, ഞാൻ അടുത്ത ആഴ്ച സോട്ട് അനാലിസിസിന്റെ സെഷൻ എടുക്കാം. സോട്ട് അനാലിസിസ് ചെയ്താലും നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എന്തുമാത്രം കഴിവുകളാണുള്ളത്, എന്തുമാത്രം യുണീക്ക്നെസ് ആണ് നമ്മൾ ഓരോരുത്തരിലും ഉള്ളത്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മൾ വീഴ്ത്തപ്പെടേണ്ടവരല്ല, തഴയപ്പെടേണ്ടവരല്ല, നെഗറ്റീവ് വിശ്വാസങ്ങൾ കൊണ്ട് നടക്കേണ്ടവരല്ല. ലിമിറ്റിംഗ് ബിലീഫ് വലിയൊരു പ്രശ്നമാണ് കേട്ടോ. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ ആസ് അതേഴ്സ് കംപ്ലൈന്റ്. മറ്റുള്ളവർ ഇങ്ങനെ കംപ്ലൈന്റ്, പരാതിയൊക്കെ പറഞ്ഞു നടക്കുന്ന സമയത്ത് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും. ദ ലോ ഓഫ് ആസ്കിങ്. ധൈര്യമായിട്ട് ചോദിക്കണം. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ചോദിക്കാതെ എങ്ങനെയാണ് പ്രപഞ്ചമാണെങ്കിലും മനുഷ്യരാണെങ്കിലും അറിയാം നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെന്ന്. ചില ആളുകൾ ഒരിക്കലും ചോദിക്കത്തില്ല. നാണക്കേടാണ്, ഷെയിമാണ് അവർക്ക്. ഷെയിം എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ ഏറ്റവും ലോവസ്റ്റ് വൈബ്രേഷൻ ഫ്രീക്വൻസിയാണ്. വൈബ്രേഷൻ സെറ്റ് പോയിന്റ് ഏറ്റവും താഴെയുള്ളതാണ് ഷെയിം. അതായത് 20 ആണ്. ഒരൊറ്റ മിനിറ്റ്, 1 സെക്കൻഡ്.
ഒരു സെക്കൻഡ് പ്ലീസ്, 1 സെക്കൻഡ്. So much for your patience. Thank you so much for your patience. So ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ആ ലോ ഓഫ് ആസ്കിങ് ആണ്. നേച്ചർ, പ്രപഞ്ച മനസ്സിനോട് നമ്മൾ ചോദിക്കണമെന്നാണ്. നമുക്ക് ചോദിക്കാതെ പ്രപഞ്ച മനസ്സിന് അറിയില്ല. നമ്മൾ ഇന്റന്റ് ചെയ്യണം, ഇന്റൻഷൻ കൊടുക്കണം. എനിക്ക് എന്താണ് വേണ്ടത്? എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഈ ഒരു കാര്യം ചെയ്ത് നോക്കും, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അന്നത്തെ ദിവസം? അത് ആ പ്രപഞ്ച മനസ്സിനോട് കൺവേ ചെയ്ത് നോക്കും, ഉറപ്പായിട്ടും നടക്കും. ഹൈ ഫ്രീക്വൻസിയിലാണെങ്കിലും നമ്മൾ ഹൈ ഫ്രീക്വൻസിയിലായിരിക്കണം. ഈ ഞാൻ പറഞ്ഞു ഷെയിമാണ് ഇവിടുത്തെ പ്രശ്നം. പല ആളുകളെയും ഷെയിമിലാണ് ജീവിക്കുന്നത്. ഷെയിം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴത്തെ തട്ടിലാണ്. ഇപ്പം ഒരു 10-17 നിലകളിലുള്ള 10-17 നിലകളിലുള്ള ആള് 10-17 നിലകളുള്ള ഒരു വലിയ ബിൽഡിംഗ് സമുച്ചയം, ബിൽഡിങ്ങിൽ പല നിലകളിൽ ജീവിക്കുന്ന മനുഷ്യരെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. അതേപോലെയാണ് മനുഷ്യർ. നമ്മൾ ഓരോ ഇമോഷണൽ സ്റ്റേറ്റിലാണ്, വൈബ്രേഷണൽ ഫ്രീക്വൻസിയാണ്, വൈബ്രേഷണൽ സെറ്റ് പോയിന്റ് എന്നാണ് അതിന് പറയുന്നത്. ഏറ്റവും താഴത്തെ ലെവല്, താഴത്തെ തട്ടിൽ താമസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഏറ്റവും താഴത്തെ ലെവലിലുള്ള ആൾക്കാരെ അവര് ഷെയിം, അവരുടെ ഇമോഷണൽ പ്രിഡോമിനന്റ് ഇമോഷണൽ സ്റ്റേറ്റ് ഷെയിമാണ്, നാണക്കേട്. അവർക്ക് 20 മാത്രമുള്ള വൈബ്രേഷൻ സെറ്റ് പോയിന്റ്, ഒട്ടും ഒരു അവരുടെ വൈബ്രേഷൻ തീരെ താഴെയാണ്. അങ്ങനെ ഉള്ളവർക്ക് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ചോദിക്കുന്നത് നാണക്കേടല്ലേ? ഒരിക്കലും അല്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരെടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവസരങ്ങൾ ചോദിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. ഞാൻ എൻ്റെ ഗവൺമെന്റ് ജോബ് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ വേറൊരു സ്ഥലത്ത് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ താമസിച്ചിട്ട് ആദ്യം ഞാൻ പലരിടത്തും അവസരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ സെലിബ്രിറ്റി കോച്ചിങ് കഴിഞ്ഞിട്ട് സെലിബ്രിറ്റി കോച്ചിങ് പഠിച്ചിട്ട് ഞാൻ ചെന്നിട്ട് സെലിബ്രിറ്റി ഓരോ പ്രോഗ്രാം ചെല്ലുമ്പോഴും ഞാൻ അങ്ങോട്ട് പോയി അവസരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പല ആളുകൾക്ക് എനിക്കതിലൊരിക്കലും ഒരു എന്തിനാണ് നാണക്കേട്? അവര് നോ പറഞ്ഞാൽ അവർക്കല്ലേ പക്ഷേ എനിക്കെന്തിന് നാണക്കേട്? നമ്മൾ അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ തീരാവുന്ന കാര്യമില്ലേ ഉള്ളൂ. ആവശ്യം എൻ്റെ അല്ലേ, അവരുടെ അല്ലല്ലോ. അവർ ചിലപ്പോൾ നോ പറയുമായിരിക്കും, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. നമ്മൾ ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസി ആണെങ്കിൽ, നമ്മൾ കരിഷ്മാറ്റിക് പേഴ്സൺ ആണെങ്കിൽ, ആർക്കും നമ്മളോട് നോ പറയാൻ പറ്റില്ല. നമ്മൾ ഹയർ ഫ്രീക്വൻസിയിലാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ കറേജ്, ന്യൂട്രാലിറ്റി എന്നൊക്കെ പറയുന്ന സ്റ്റേജുകളുണ്ട്. ആ കറേജിലാണ് നമ്മളുള്ളതെങ്കിൽ ആരും നമ്മളോട് നോ പറയില്ല, ഉറപ്പായിട്ടും പറയില്ല. ആർക്കും നോ പറയാൻ പറ്റില്ല നമ്മളോട്. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു പ്രഭാവം, നമ്മളുടെ വ്യക്തിത്വ പ്രഭാവം എന്നൊക്കെ പറയുന്നത് അതാണ്. ആ പ്രഭാവത്തിന്റെ മുമ്പില് അവര് സറണ്ടർ ആവും, അവർ പറഞ്ഞു പോകും. ആ രീതിക്ക് നമ്മളെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉയർത്തുകയാണ് വേണ്ടത്. അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ലോ ഓഫ് ആസ്കിങ്, ചോദിക്കണം. പ്രപഞ്ച മനസ്സിനോട്, ദൈവത്തിനോട്, എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അതിനോട് ഇന്റൻഷൻ നൽകണം. രാവിലെ ഇന്നത്തെ ദിവസം ഞാൻ എല്ലാ ദിവസവും മെഡിറ്റേഷൻ കൊടുക്കാറുള്ളൂ. ഇന്നത്തെ ദിവസം എനിക്ക് ഇങ്ങനെ ആകണം, എന്റെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കണം, കുറെ പേര് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റണം, ഒത്തിരി നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റണം, ഞാൻ ഉദ്ദേശിക്കുന്ന ഈ കാര്യങ്ങൾ ഇത്ര ഭംഗിയായി നടക്കണം. കൃത്യമായിട്ട് ഹൈ വൈബ്രേഷൻ നിന്ന് നമ്മൾ ഇന്റൻഷൻ കൊടുക്കണമെന്ന് നടക്കും. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ചോദിക്കണം. കംപ്ലൈന്റ് ചെയ്യല്ല വേണ്ടത്, ചോദിക്കണം. ഹസ്ബൻഡിന് വൈഫിനോട് ചോദിക്കാം, പാരന്റ്സിന് കുട്ടികളോട് ചോദിക്കാം, കുട്ടികൾക്ക് പാരന്റ്സിനോട് ചോദിക്കാം. ചിലപ്പോൾ ഒരു ചോദ്യം കൊണ്ട് തന്നെ എൻറ്റയർ കൺഫ്യൂഷനും ക്ലാരിറ്റി കിട്ടും. സെൽഫിനോട് ചോദിക്കുന്ന ചോദ്യമാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മളോട് ചോദിക്കണം, ആം ഐ ലിവിങ് ഹാപ്പി ലൈഫ്? ഞാൻ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. ആം ഐ ലിവിങ് മീനിങ് ഫുൾ ലൈഫ്? ഞാനൊരു മീനിങ് ഫുൾ ലൈഫാണോ ലീഡ് ചെയ്യുന്നത്? അതോ വെറുതെ അങ്ങ് ജീവിക്കണല്ലോ, വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങുതടി പോലെ? ഇത് നമ്മളോട് ചോദിക്കണം എല്ലാ ദിവസവും. ഇന്ന് എനിക്ക് സന്തോഷമുണ്ടോ? എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത്? എന്താണ് എനിക്ക് എന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന കാര്യം? എന്താണ്? ഏതാണ് എന്റെ ഇഷ്ടപ്പെട്ട മേഖല? എവിടെയാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്? ഇതൊക്കെ നമ്മളോട് ചോദിക്കണം. എനിക്ക് എങ്ങനെ കുറച്ചുകൂടെ നന്നാകാൻ പറ്റും? എനിക്ക് കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആകുന്നത് എങ്ങനെ? ഞാൻ ഹാർഡ് വർക്ക് ഏത് മേഖലയിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യണം? ഡിസിപ്ലിൻഡ് ആകുന്നത് എങ്ങനെ? എന്തൊക്കെ ഞാൻ സാക്രിഫൈസ് ചെയ്യണം? ഇതൊക്കെയാണ് ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻസ് ആണ്.
ഡെയിലി ഈ ചോദ്യം ഒരു 5-6 നമ്മൾ നേരത്തെ എഴുതിയ 6 സീക്രട്ടിന്റെ ചോദ്യം നമ്മളോട് ചോദിച്ചാൽ തന്നെ ഒരു 90 ഡേയ്സോടെ നിങ്ങളുടെ ലൈഫ് മാറി മാറി. അത് ഉറപ്പാണ്, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ദെൻ അടുത്തത് ഡിസൈഡ് അതേഴ്സ് ഡിലേ. മറ്റുള്ളവർ ഡിലേ ചെയ്യുമ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കണം. ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഈ സക്സസും ഫെയിലിയേഴ്സിന്റെ ഇടയിൽ ഒരു ഒറ്റ കാര്യമുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയും, ഡിസിഷൻ മേക്കിംഗ്. എല്ലാ ഡിസിഷനും അതിൻ്റെതായ റിസൾട്ടാണുള്ളത്. എല്ലാ ഡിസിഷനും ഇപ്പം ഡിഫറെന്റ് ആക്ഷൻ, ഓരോ ഡിസിഷനും ഡിഫറെന്റ് ആയിരിക്കും ആക്ഷൻസ്. നമ്മൾ എടുക്കുന്ന ഒരു നോ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നു. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 മണിക്കൂർ ഫ്രീ ടൈം കിട്ടി, അപ്പൊ നമ്മൾ എടുക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാം, ഭയങ്കര രസമുള്ള കാര്യം കിട്ടും. ഞാൻ ഇപ്പൊ ഈ ക്ലാസ്സിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ഏതൊരു ഗ്രൂപ്പിൽ ഇങ്ങനെ കുറേ മെസ്സേജസ് ഇങ്ങനെ ഒത്തിരി മെസ്സേജസ് ഇങ്ങനെ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. ഒരു ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് പറയുന്നില്ല. അപ്പം അവിടുത്തെ ഡിസ്കഷൻ എന്താണെന്ന് അറിയാവോ? സബ്ജക്റ്റിന് ഒരു സെക്കൻഡ്, സോറി അഗൈൻ, ഫോൺ താഴെ പോയി. അവിടുത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ജാസ്മിൻ കപ്പടിക്കുമായിരിക്കും. നിങ്ങൾക്കറിയാം ഞാൻ എന്താ പറയുന്നത്, ബിഗ് ബോസിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ്. ഗ്രൂപ്പിൽ ഏതാണ്ട് 10-300 പേരുണ്ട്. അതിലൊരു 100 പേരിലധികം പേരും ഇതിന് റിപ്ലൈ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണുള്ളത്? അവിടെ പോയി ബിഗ് ബോസ് പോലെയുള്ള ഒരു ഷോ, അതൊന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അതിന്റെ എഫേർട്ടിനെ ഞാൻ കാണാതെ പോകുന്നില്ല. അതിന്റെ മാർക്കറ്റിംഗ് സൈഡ്, ബ്രാൻഡിങ് സൈഡ്, അതെന്താണെങ്കിലും വാട്ട് ഇറ്റ് ഈസ്, അത് നമുക്ക് ബാധകമല്ല. അതിന് പോയിരിക്കുന്ന സമയത്ത് നമുക്ക് ഡിസിഷൻ എടുക്കാം. ഞാൻ എങ്ങനെ പവർഫുൾ ആക്കണം, ഞാൻ കുറച്ചുകൂടെ മീനിങ് ഫുൾ ആക്കുന്നത് എങ്ങനെയാണെന്ന് ഡിസിഷൻ എടുക്കാം. അപ്പൊ റിസൾട്ട് രണ്ടാണ്. ആദ്യത്തെയാണെങ്കിൽ കുറച്ച് മെന്റൽ ഗ്രാറ്റിഫിക്കേഷൻ കിട്ടും, ഒരു മനസ്സിലൊരു കുറച്ച് സന്തോഷവും സുഖവും കിട്ടും. രണ്ടാമത്തെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ റിസൾട്ട് കിട്ടും. അപ്പൊ ഡിസിഷൻ ആണ് ലൈഫിന്റെ ഒരു ടേണിങ്, ഒരു ക്രൂഷ്യൽ കാര്യം എന്ന് പറയുന്നത്. ഏത് തരത്തിലുള്ള ഡിസിഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്? മേക്കിംഗ് ഡിസിഷൻ ആൻഡ് യൂസിങ് യുവർ പേഴ്സണൽ പവർ. ഈ 2 കാര്യമാണ് നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്നത്. മേക്കിംഗ് ഡിസിഷൻ ആൻഡ്, ഇത് ആന്റണി റോബിൻസൺ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. മേക്കിംഗ് ഡിസിഷൻ ആൻഡ് യൂസിങ് യുവർ പേഴ്സണൽ പവർ, ദെൻ യു വിൽ ഗെറ്റ് സക്സസ്. ആന്റണി റോബിൻസൺ എപ്പോഴും പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. അതുപോലെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം, ഡു ദ സെയിം തിങ് ആൻഡ് യു വിൽ ഗെറ്റ് ദ സെയിം റിസൾട്ട്. ഒരേ കാര്യം ചെയ്താൽ ഒരേ റിസൾട്ട് തന്നെ കിട്ടും. അത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് വേണ്ട ഔട്ട്കം എന്താണെന്ന് ആദ്യം ചിന്തിക്കുക, ആ ഔട്ട്കത്തിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കണം. ഓക്കെ, അടുത്തത് നമ്മൾ ബിഗിൻ ആസ് അതേഴ്സ് പ്രോക്രാസ്റ്റിനേഷൻ. മറ്റുള്ളവർ പിന്നെ ചെയ്യാന്ന് ഇപ്പൊ ചില ഇപ്പൊ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മളൊരു എല്ലാ 10 പ്ലാൻ സ്ട്രാറ്റജി ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് വരുമ്പോൾ 10 പേരുള്ളവരാണെങ്കിൽ ചിലപ്പോൾ 3 പേര് അത് ഇംപ്ലിമെന്റ് ചെയ്യും, 7 പേര് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും, 5 പേര് പ്രോക്രാസ്റ്റിനേറ്റേഴ്സ് ആയിരിക്കും, 2 പേര് പെർഫെക്ഷനിസം ഉള്ളവരായിരിക്കും. ഈ പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യുന്നവരും പെർഫെക്ഷനിസം ഉള്ളവർ ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഉള്ളത് വെച്ച് നിങ്ങൾ തുടങ്ങുക, ഒരിക്കലും നമ്മൾ കംപ്ലീറ്റ് ആകാനും ഫുള്ളാകാൻ വേണ്ടി നിൽക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവർ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ഷൻ എടുക്കണം. ആക്ഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് സേവ് ആസ് അതേഴ്സ് വേസ്റ്റ്. മറ്റുള്ളവർ വേസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ചെയ്യണം. നമ്മുടെ പ്രധാനപ്പെട്ട റിസോഴ്സ് അത് ടൈം, അതുപോലെ ഫുഡ്, അതുപോലെ നമ്മുടെ എനർജി, അതുപോലെ നമ്മുടെ ഐഡിയ, വിസ്ഡം, ഇതെല്ലാം എല്ലാവർക്കും ഉണ്ട്. മറ്റുള്ളവർ അത് വേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്റലക്ച്വലി അതിനെ സേവ് ചെയ്യാൻ നോക്കണം. അത് ഇന്റലക്ച്വൽ ടൈം എങ്ങനെ സേവ് ചെയ്യാം, നമ്മുടെ എനർജി എങ്ങനെ സേവ് ചെയ്യാം, നമ്മുടെ ഐഡിയാസ് നമുക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നമുക്കൊരു ബിസിനസ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം, നമ്മുടെ വിസ്ഡം, ഇതൊക്കെ നമ്മൾ നോക്കണം. അതുപോലെ റിസോഴ്സസ്, വാട്ടർ, ഫുഡ്, ഇതൊന്നും വേസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഇതൊക്കെ നമ്മുടെ ഒരു പേഴ്സണൽ വാല്യൂസ് ആണ്. ആ ഒരു വാല്യൂ നമ്മൾ ഗെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ലൈഫ് ഒരുപാട് മാറും. വാല്യൂ ഗെയിൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വാല്യൂ നമ്മൾ സേവ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റി, വേസ്റ്റ് ചെയ്യാതിരിക്കുക. ആൻഡ് ക്രിയേറ്റ് ആസ് അതേഴ്സ് ഡിസ്ട്രോയ്. മറ്റുള്ളവർ നശിപ്പിക്കുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം.
നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ തന്നെ നമുക്കറിയാം ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഡിസ്ട്രോയ് ചെയ്ത് കളയും, നശിപ്പിച്ച് കളയും. നമുക്കൊന്നും നമ്മൾ എന്താ പറയുന്നത്, ക്രിയേറ്റ് ചെയ്യാൻ അവിടെ എന്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് ചില വളരെ ഭംഗിയായിട്ട് ചില ആൾക്കാർ വേസ്റ്റ് സാധനങ്ങൾ കൺസ്ട്രക്റ്റീവ് ഐഡിയാസ് യൂസ് ചെയ്തുകൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പേപ്പർ ബാഗ് പോലെ, അല്ലെങ്കിൽ മിൽമ കവർ വെച്ചിട്ട് ബാഗ് ഉണ്ടാക്കല്, അതല്ലെങ്കിൽ വേസ്റ്റ് പേപ്പർ, വേസ്റ്റ് തുണി യൂസ് ചെയ്തിട്ട് പല പല കാര്യങ്ങൾ ഉണ്ടാക്കല്. ഇതൊക്കെ ഭയങ്കര ഭംഗിയുള്ള സാധനങ്ങളാണ്. ഞാൻ PSC കോച്ചിങ് ഞാൻ പറഞ്ഞല്ലോ, 7 ദിവസം കോച്ചിങ് കഴിഞ്ഞ് PSCക്ക് പ്രിപ്പയർ ചെയ്ത റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കാലമുണ്ട്, 5-6 മാസം. അപ്പൊ ഞാൻ പഠിച്ച ഒരു സ്കില്ലാണ് ഈ വേസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടെ ചെയ്തു, പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്നതൊരു സംഘടന, അവിടെ പോയി ക്യാൻസറസ് പേഷ്യൻസിനെ സേവ് ചെയ്തു, അവരെ ക്ലീൻ ചെയ്തു. പിന്നെ മൂന്നാമത് പുനർജനി എന്ന് പറഞ്ഞ ആരും നോക്കാനില്ലാത്ത കുറച്ച് ആളുകളെ നോക്കി. ഞാൻ ആ ടൈം വേസ്റ്റ് ചെയ്തതേ ഇല്ല. നമുക്ക് വേണമെങ്കിൽ ആ ടൈമൊക്കെ വേസ്റ്റ് ചെയ്യാം. ഞാൻ ടെസ്റ്റ് എഴുതി ഇരിക്കുകയല്ലേ, റിസൾട്ട് അറിയാം, വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ക്രിയേറ്റീവായിട്ട് എന്ത് ചിന്തിക്കാൻ പറ്റും. വർക്ക് ആസ് അതേഴ്സ് വിഷ്. മറ്റുള്ളവർ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് തന്നെ സ്പീഡ് കൂടി പോകുന്നുണ്ടാവും, കുറച്ച് പോയിന്റ്സ് കൂടെ ഉള്ളൂ. മറ്റുള്ളവർ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കും, പക്ഷെ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക. ആഗ്രഹവും വിഷും മസ്റ്റും ഡിഫറെന്റ് ആണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ഒരിക്കലും ലഭിക്കത്തില്ല. നമുക്ക് മസ്റ്റായിട്ട് വേണം എന്ന ഡിസിഷൻ എടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതേ നമുക്ക് ലഭിക്കുള്ളൂ. അവിടെ ആക്ഷനാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ വിഷ് ചെയ്തോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ചില ആൾക്കാർ പറയുന്നത് അഫർമേഷൻ പറയാറുണ്ട്. ഞാൻ ഇപ്പൊ 2024 ഡിസംബറിൽ ഞാൻ 50 ലക്ഷം രൂപ ഉണ്ടാക്കും. അപ്പൊ ഇത് അഫർമേഷൻ ഡെയിലി പറയും, എന്നിട്ട് എക്സ്ട്രാ വിഷ്വലൈസേഷനും കൂടെ ചെയ്യും. എന്നിട്ട് ആക്ഷൻ എന്തോന്നാണ്, എല്ലാ ദിവസവും ചെയ്യുന്ന ആക്ഷൻ തന്നെ നമ്മൾ ചെയ്യും. ഇന്നും ആ ആക്ഷൻ, നാളെ ആക്ഷൻ, ഒരു ആക്ഷനും ചെയ്യില്ല. ഈ വിഷ്വലൈസേഷൻ അഫർമേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ പവർഫുൾ ടൂളാണ്. ഇത് ഉപയോഗം ഇല്ലാതാക്കി കളയുന്നത്, ഇതിന്റെ ഒരു എന്താ പറയുക, ഇതിന്റെ വാല്യൂ നഷ്ടപ്പെടുത്തി അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ ക്ലട്ടർ ചെയ്യാണ്. ഈ ആക്ഷൻ എടുക്കാതെ ഇതൊക്കെ ചെയ്തിട്ട്, ആക്ഷൻ എടുക്കാത്തവർ ഇതൊന്നും ചെയ്യരുതെന്ന് ഞാൻ പറയും. ഒരിക്കലും നിങ്ങൾ വിഷ്വലൈസേഷൻ ആക്ഷൻ എടുക്കാതെ ചെയ്യരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഗെറ്റ് കൺഫ്യൂസ്ഡ്. സബ് കോൺഷ്യസ് മൈൻഡിൽ കൺഫ്യൂഷൻ വരും. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് കനോട്ട് ഐഡന്റിഫൈ വെദർ ഇറ്റ് ഈസ് റിയൽ ഓർ നോട്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് കിട്ടുന്നതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡ് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 6 മാസം നമ്മൾ അഫർമേഷനും വിഷ്വലൈസേഷനും സബ് കോൺഷ്യസ് മൈൻഡ് ഡെയിലി ബേസിസിൽ കൊടുക്കും. ഒരു ആക്ഷനും എടുക്കൂല. 6 മാസം കഴിയുമ്പോൾ റിസൾട്ട് 0. നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും. സബ് കോൺഷ്യസ് മൈൻഡ് എന്താ വിചാരിക്കുക, മൊത്തം കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഇത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആക്ഷൻ വിത്തൗട്ട് ആക്ഷൻ നോ റിസൾട്ട്, വിത്തൗട്ട് ആക്ഷൻ നോ ലോ ഓഫ് അട്രാക്ഷൻ. ആക്ഷൻ ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വിട്ട് കളയരുത് എന്നുള്ളതാണ്. ആസ്ക് അതേഴ്സ് ഹിയർ. അഗെയിൻ ഞാൻ ഒരിക്കൽ കൂടി പറയണം, മറ്റുള്ളവർ പേടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ധൈര്യപൂർവ്വം പോയി ചോദിക്കണം. ഇതങ്ങനെ ചെയ്തൂടെ, ഇതെനിക്കൊന്ന് തരാമോ, ഇതെനിക്കൊന്ന് ഫേവർ ചെയ്യാമോ, അല്ലെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾക്ക് എന്നോട് ജോയിൻ ചെയ്യാമോ, എൻ്റെ കൂടെ പാർട്ട്ണർ ആവോ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാമോ, എൻ്റെ മനോഹരമായ ഒരു ഐഡിയ ഉണ്ട്, ചെയ്യാമോ, ചോദിക്കാം. ധൈര്യപൂർവ്വം ചോദിച്ചു നോക്കിയേ. ആദ്യത്തെ കുറച്ച് സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. ദെൻ ഇപ്പൊ സക്സസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഈ ലോ ഓഫ് ആസ്കിങ്, അതിന്റെ പവർ യൂസ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ തീരുമാനം എടുക്കണം. ഞാൻ ചോദിക്കാനുള്ള 5 ചോദ്യങ്ങൾ ആരോടൊക്കെയാണ്, എന്നോട് ചോദിക്കാനുള്ള ഒരു 5 ചോദ്യം, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യും അവരോട് ചോദിക്കാൻ പറ്റുന്ന ഒരു 5 ചോദ്യം. ഈ ചോദ്യം ചോദിച്ചാൽ തന്നെ പല ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ചോദിക്കാത്തത് കൊണ്ടാണ്. ചിലപ്പോൾ ഒരാളടുത്ത് ചോദിക്കുമ്പോൾ അയാൾ നോ പറയും. ഓക്കെ, നോ പറഞ്ഞിട്ട് അടുത്ത ആളടുത്ത് ചോദിക്കണം. അയാൾ നോ പറയും, അടുത്ത ആളടുത്ത് ചോദിക്കൂ. ചിലപ്പോൾ 4ാമത്തെ ആളായിരിക്കും യെസ് പറയുന്നത്, ചിലപ്പോൾ 5 ആയിരിക്കും. ഓക്കെ. ഈ ഓരോ ഫെയിലുവറും നമുക്ക് കോൺഫിഡൻസ് കൂട്ടും. അതെങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കും. ഫെയിലുവറെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി, അക്സെപ്റ്റ് ചെയ്യുന്നത് വരെയുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആകും. രാഷ്ട്രീയക്കാർ എത്ര തോറ്റാലും വീണ്ടും പാർട്ടി മാറി മത്സരിക്കാൻ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ്? അവർക്കത് ഓക്കെയാണ്. അതായത് അവരുടെ തൊഴിൽ രജിസ്റ്റർ വെച്ചതുകൊണ്ടല്ല, അവരത് കണ്ടീഷൻഡ് ആയി. അവർക്ക് ഓക്കെയാണ്. അവർക്ക് ആരെന്താ, ഇന്നലെ വരെ വേറൊരു പാർട്ടിക്ക് വേണ്ടി സംസാരിക്കും, നാളെ വേറൊരു പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചു, ഓക്കെ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അൾട്ടിമേറ്റ് സംഭവം എന്ന് വെച്ചാൽ ജയിക്കുക, ഒരു പൊസിഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്.
അവരവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഇൻ ബിറ്റ്വീൻ അവരെന്ത് പറയുന്നു ഇവരെന്ത് പറയുന്നു നോക്കാറേ ഇല്ല. അത്രയും ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആവുന്നതുകൊണ്ടാണ് അവർ ആരും ആത്മഹത്യ ചെയ്യാത്തത്. പൊളിറ്റിക്സിൽ ഇറങ്ങുന്നവർക്ക് ആത്മഹത്യ ചെയ്യാറില്ല. അവര് ഈ ചലഞ്ചസിനെ ഫേസ് ചെയ്യാനും തയ്യാറാണ്. അവർക്ക് ഭയങ്കര ഹെൽത്തി ലൈഫ് ഉണ്ടാവും, മെമ്മറി ഭയങ്കരമായിട്ട് ഉണ്ടാവും. കാരണം ഡെയിലി ബേസ് അവർ ചലഞ്ചസ് ഫേസ് ചെയ്യില്ലേ. എല്ലാ ദിവസവും അവര് ഓരോരുത്തർ പറയുന്ന കേൾക്കുന്നു, ട്രോൾ ചെയ്യുന്ന കേൾക്കുന്നു. ഇതെല്ലാം കേട്ട് കേട്ട് അവർ സ്ട്രോങ് ആകുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുറെ നോ കേട്ടാല് നമ്മൾ സ്ട്രോങ് ആകും. സോ പെർസിസ്റ്റ് ആസ് അതേഴ്സ് ക്വിറ്റ്. മറ്റുള്ളവരെ വിട്ട് കളയുമ്പോൾ നമ്മൾ പെർസിസ്റ്റ് ആയിട്ട് നിൽക്കണം, അവിടെ തന്നെ നിൽക്കണം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചു നേരം ഒരു പേഷ്യൻസ് കാണിക്കണം. ഇപ്പോ 6 മന്ത് അല്ലെങ്കിൽ 1 ഇയർ ഒക്കെ ഒരു ബിസിനസ് ചെയ്തിട്ട് ഞാൻ സക്സസ് ആവുന്നില്ല എന്ന് എടുത്ത് കളഞ്ഞിട്ട് അടുത്ത് തുടങ്ങും. വീണ്ടും അടുത്തൊരു 6 മന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു 7 മന്ത്സ് ചെയ്യും, എടുത്ത് കളഞ്ഞിട്ട് അടുത്ത ബിസിനസ്. എനിക്കറിയാം ഒരു 17 ബിസിനസ് ചെയ്തിട്ട് പൊട്ടിട്ടുള്ള ഒരാൾ കഴിഞ്ഞ ദിവസം ദുബായിൽ എന്നെ വിളിച്ചിട്ട് എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കാരണം 3-4 ദിവസം കൊണ്ട് ചോദിക്കുകയാണ് എന്നെ കാണാൻ വന്നു. അപ്പൊ ഇപ്പൊ കുറെ ബിസിനസ് എല്ലാം ചെയ്ത് പൊട്ടിയിട്ട് ഇപ്പൊ ഇവിടെ ഒരു കമ്പനിയിൽ സെയിൽസിൽ വർക്ക് ചെയ്യണം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം എനിക്ക് ബിസിനസ് വീണ്ടും ചെയ്യണം. അപ്പൊ എന്താണ് ബിസിനസ്സിലുള്ള എക്സ്പീരിയൻസ്, നേരത്തെ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ? സാധാരണ നമ്മൾ ഒരു കാഷ്വൽ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ 17 ബിസിനസ് ചെയ്തു, 17 സുന്ദരമായിട്ട് പൊട്ടി. അപ്പൊ ഈ 17 ബിസിനസ് ഫെയില്യൂർ ആയി അല്ലെങ്കിൽ അത് ഒന്നുപോലും ബ്രേക്ക് ഈവൻ ആകാത്തതിന്റെ റീസൺ എന്താണെന്ന് അറിയാമോ? അതിന് പ്രത്യേകിച്ച് റീസൺ ഇല്ല. ആദ്യത്തിന് കസ്റ്റമേഴ്സ് കിട്ടിയില്ല, രണ്ടാമത്തെ പ്രോഡക്റ്റ് നമ്മൾ കറക്റ്റ് നമ്മൾ ആ വിചാരിച്ച രീതിയിൽ പ്രോഡക്റ്റ് വന്നില്ല, മൂന്നാമത്തത് ഇമ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ സമയത്ത് ലൈസൻസ് കിട്ടിയില്ല, നാലാമത്തെ ബാങ്ക് ലോണിനൊക്കെയാണ് എടുത്തത്. പക്ഷെ ബാങ്ക് ലോൺ പല സമയത്തായിട്ടാണ് തോന്നുന്നത്, വിചാരിച്ചതുപോലെ അത് കറക്റ്റ് ആയിട്ട് ഒരു ഓപ്പണിംഗ് പോലും നമുക്ക് പ്രോപ്പറായിട്ട് നടത്താൻ പറ്റിയില്ല. പിന്നെ പാർട്ട്നേഴ്സ് എല്ലാം കളഞ്ഞിട്ട് പോയി. ഇങ്ങനെ ഓരോന്നിനും ഓരോ റീസൺ കണ്ടുപിടിക്കുകയാണ്. വി നീഡ് ടു ലേൺ ഫ്രം ദീസ് ഫെയിലുവേഴ്സ്. അവിടെ നമ്മൾ പഠിക്കണം. എപ്പോഴും മനസ്സിലാക്കാനുള്ളത് 6 ആസ് അതേ സാഗ്. 6 ആഗ് ആണ് ലൈഫ് എന്ന് പറയുന്നത്. 6 ആഗ്. മറ്റുള്ളവര് നമ്മളെ പിടിച്ച് താഴ്ത്തിയാലും നമ്മൾ ഉയർന്നു നിൽക്കണം. നമ്മൾ അതിൽ നിന്ന് വീണ് കൊടുക്കരുത്. നമ്മൾ എന്താ പറയേണ്ടത്, നമ്മള് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിലേക്ക് കേട്ടിട്ട് അയ്യോ അത് അങ്ങനെയാണല്ലേ. ചില ആൾക്കാരുണ്ട് ഇപ്പൊ 10 പേരുടെ അഭിപ്രായം സീക്ക്. അൺഫോർച്ചുനേറ്റ്ലി 10 പേരും പറയുന്ന അഭിപ്രായം ചിലപ്പോൾ ഒരാൾ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിട്ടായിരിക്കും കൂടുതൽ പേര് പറഞ്ഞത്. ചിലപ്പോൾ 7 പേര് പോസിറ്റീവ് പറഞ്ഞാലും പിന്നെ സംസാരിക്കുന്ന 3 പേര് നെഗറ്റീവ് പറഞ്ഞാൽ 3 നെഗറ്റീവ് പറയുന്ന ആൾക്കാർ പറയുന്നത് കേൾക്കുന്നു. അതാണ് അതിന്റെ രസം. കാരണം നെഗറ്റീവിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് അട്രാക്റ്റഡ് ആയി പോകും. അപ്പം അത് നമ്മൾ പോകരുത് എന്നുള്ളതാണ്. 6 ആഗ് ആണ്. 6 ആഗ് എന്ന് വെച്ചാൽ ആര് നമ്മളെ വലിച്ച് താഴെ ഇടാൻ ശ്രമിച്ചാലും നമ്മൾ കിട്ടിക്കിട്ടരുത്. ഇല്ല, ഞാൻ അവിടെ എത്തുന്നത് വരെ. നമ്മള് കേട്ടില്ലേ ആ ഡംബ് ആൻഡ് ഡഫ് ആയിട്ടുള്ള ഒരു തവളയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഉറപ്പായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്ന് പറയാം. ഒരു സ്ഥലത്ത് ഇങ്ങനെ തവളകളുടെ മത്സരം നടക്കുകയാണ്. ഒരു വലിയ ഒരു തൂണില്, സിമെന്റിന്റെ തൂണില് ഓയിലൊക്കെ ഒഴിച്ചിട്ട് തവളകൾ ഇങ്ങനെ കയറുകയാണ്. ഏറ്റവും മുകളിൽ കയറുന്ന, ഏറ്റവും ടോപ്പിലെത്തുന്ന ആൾക്കാണ് സക്സസ് ആകുന്നത്. അപ്പൊ ബാക്കിയുള്ള ഓരോരുത്തർ കയറും, താഴേക്ക് വീഴും, വീണ്ടും കയറും, താഴേക്ക് വീഴും. ഒരു തവള ഇങ്ങനെ കയറി 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 മുകളിലേക്ക് പോകണം. അപ്പൊ എല്ലാ തവളും കൊള്ളാലോ, ഇവൻ മിടുക്കനാണല്ലോ, ഇവൻ അടിപൊളി. അപ്പൊ ഓരോ ഇങ്ങനെ കയറി കയറി പോകുന്നു. അവസാനം ലാസ്റ്റ് ഒക്കെ ആയപ്പം ആ തവള ഏറ്റവും മുകളിലെത്താറായപ്പോ താഴെ എല്ലാവരും കൈയടിച്ചു, കൊള്ളാം മിടുക്കൻ. അദ്ദേഹം താഴെ ഇറങ്ങി വന്നു. താഴെ നിന്ന് ചോദിച്ചു, എന്താണ് നിന്റെ ഡിറ്റർമിനേഷൻ, നിനക്ക് എന്തുകൊണ്ടാണ് വിജയിക്കാൻ കഴിഞ്ഞത്, എന്താണ് നിന്നെ മുന്നോട്ട് നയിച്ച കാര്യം? അപ്പൊ തവളയ്ക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, ചെവിയും കേൾക്കാൻ പറ്റത്തില്ല. പക്ഷെ അയാൾ ആംഗ്യത്തിലൂടെ പറഞ്ഞു, നിങ്ങൾ ആരും ഇവിടെ നിന്ന് പറയുന്ന ഒന്നും ഞാൻ കേട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്താണോ ഞാൻ എന്നോട് പറയുന്നത് അതിൽ മാത്രം ഞാൻ വിശ്വസിച്ച് മുകളിലേക്ക് പോയി. അത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് ചുറ്റും പലരും പല കാര്യങ്ങളിൽ നിന്ന് പറയും. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് നേരത്തെ, ഈ സെലിബ്രിറ്റി കോച്ച് അതൊക്കെ നടക്കുന്ന കാര്യമാണോ? സെലിബ്രിറ്റീസിനൊക്കെ കോച്ചിങ് കൊടുക്കാൻ ഇപ്പൊ കേരളത്തിലൊക്കെ ഉള്ളവർ ആരെങ്കിലും വിചാരിച്ച് നടക്കുമോ? അപ്പൊ ഓഫ് കോഴ്സ് നമ്മളെല്ലാവർക്കും ധാരണയുണ്ട് സെലിബ്രിറ്റീസ് അങ്ങനെയാണ്, ഈഗോയിസ്റ്റിക് ആണ്. അവരുടെ പ്രൊഫൈൽ, അവരുടെ ഡൊമൈനിൽ അവർക്ക് അങ്ങനെ നിന്നേ പറ്റുള്ളൂ. അവര് വാല്യുബിൾ ആകണമെങ്കിൽ എപ്പോഴും അവൈലബിൾ ആകരുത്. നമ്മൾ വാല്യുബിൾ ആകണമെങ്കിലും എപ്പോഴും എല്ലായിടത്തും അവൈലബിൾ ആകരുത്. എല്ലായിടത്തും നമ്മൾ വിളിക്കുന്ന എല്ലാ കല്യാണത്തിനും പോയി, എല്ലാ ഫംഗ്ഷനും പോയി, ജംഗ്ഷനിലും പോയി കുറച്ച് സമയം നിന്ന് പിന്നെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ചോദിക്കാതെ ചെന്ന് കയറി, വിളിച്ചു പറയാതെ ചെന്ന് കയറി സ്നേഹം കൊണ്ടാണ്. പക്ഷെ നമ്മൾ അങ്ങനെ അവൈലബിൾ ആകരുത്. നമുക്ക് വാല്യൂ വേണമെങ്കിൽ നമ്മൾ കുറച്ച്
പിന്നെ നമ്മൾ കുറച്ച് എന്താ പറയേണ്ടത്, നമ്മളൊരു പ്രൈസ്ലെസ് ആയി മാറണം. പ്രൈസ്ലെസ് ആയി മാറുക എന്ന് വെച്ചാൽ പ്രൈസ്ലെസ്, ഭയങ്കര പ്രഷ്യസ് ആവണം, പ്രൈസ്ലെസ് ആകരുത്. എന്നാൽ നമ്മൾക്ക് എളുപ്പം നമുക്ക് മറ്റുള്ളവർക്ക് അവൈലബിൾ ആണോ തോന്നുകയും ചെയ്തു. അങ്ങനെയാണ്, അതുകൊണ്ടാണ് എല്ലാവരോടും അവർക്ക് സംസാരിക്കാൻ പറ്റുന്നത്. പലരോടും ചോദിച്ചു നടക്കുന്ന കാരണം, നടക്കും എന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. അത് നമ്മളോട് പറയുന്ന ഉറപ്പാണ്, നമ്മൾ നമുക്ക് കൊടുക്കുന്ന ഉറപ്പാണ്. ആ ഉറപ്പിൽ ഉറച്ചിക്കണം. ഈ സിക്സാഗിൽ താഴേക്ക് പോകരുത്, മുകളിലേക്ക് നിൽക്കുക. അടുത്ത ഡ്രീം ചാം യുവർ വേ ടുവേഴ്സ് സക്സസ്, ലീഡ് ആസ് അതേഴ്സ് ഫോളോ. മറ്റുള്ളവർ പുറകെ നടക്കുമ്പോൾ, ഏതെങ്കിലും ലീഡേഴ്സിന്റെ പുറകെ നടക്കുമ്പോൾ നമ്മൾ ലീഡറായി മാറണം, നമ്മൾ ഫോളോവേഴ്സായി പോകരുത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ എല്ലായിടത്തും ഫോളോവർ ആകാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതെങ്കിലും ലീഡർ ഉണ്ടെങ്കിൽ അവർക്ക് കിജയ് വിളിച്ച് ഫോളോവർ ആകാൻ നമുക്ക് ഇഷ്ടമാണ്. നമ്മൾ ഈ ഒറ്റയാൻ എപ്പോഴും ഒറ്റയ്ക്ക് നടക്കുമെന്ന് പറയില്ലേ, അതിൽ ഒരു ഗംഭീര സംഭവമാണ്. നമ്മൾ ഈ ഫോളോവേഴ്സിന്റെ പുറകെ പോകാതെ നമ്മൾ ലീഡറായി മാറും, നമ്മൾക്ക് ഫോളോവേഴ്സിനെ ഉണ്ടാക്കുക. അതാണ് ചെയ്യേണ്ടത്. നമ്മൾ ഒരിക്കലും നമ്മൾ ലീഡർ ആകുക. അപ്പൊ നമുക്ക് കുറെ പേര് നമ്മുടെ പുറകെ വരും, ഫോളോവേഴ്സ് വരും. കമാൻഡ് ആസ് അതേഴ്സ് ക്രിട്ടിസൈസ്. കമന്റ്, അതായത് കമാൻഡ് അല്ല, കമന്റ് ആണ്. മറ്റുള്ളവർ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് ആയിട്ട് പറയാം. കമന്റ് ഒന്നും വേണ്ട, ഫീഡ്ബാക്ക്. ക്രിറ്റിസിസം കൺസ്ട്രക്റ്റീവ് ആണെങ്കിലും ഡിസ്ട്രക്റ്റീവ് ആണെങ്കിലും കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. പകരം ഫീഡ്ബാക്ക് കൊടുക്കാം. അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഇനി അടുത്തത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, ഗീവ്സ് ആസ് അതേഴ്സ് ടേക്ക്. മറ്റുള്ളവർ എടുക്കുമ്പോൾ നിങ്ങൾ കൊടുക്കാൻ തയ്യാറായാൽ നമ്മൾ യുണീക്ക് ആളായി മാറും. കൊടുക്കാൻ, നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും എപ്പോഴും ചിന്തിക്കും. ഒരുപാട് കാര്യങ്ങൾ പൈസ കൊടുക്കണ്ട, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണ്ട. നല്ലൊരു കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ക്ലയന്റ്, ഭാര്യ മരിച്ചിട്ട് 1 മാസമായിരുന്നു. അവര് UK യിലായിരുന്നു. ഒരു 37 വർഷത്തെ സക്സസ്ഫുൾ ദാമ്പത്യ ജീവിതം ജീവിച്ച് ഇൻ ബിറ്റ്വീൻ വൈഫിന് മൗത്ത് ക്യാൻസർ വന്നു. ആ സമയത്ത് അവർക്ക് UK യിലാണ് അവർ ജീവിക്കുന്നത്, രണ്ടുപേരും ജീവിച്ചിരുന്ന UK യിലാണ്. ഭാര്യയ്ക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കൊടുത്തു. അത് ക്യൂർ ആക്കിയതിനു ശേഷം നാട്ടില് അവരുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിന്, മുംബൈയിലാണ്, പഞ്ചാബികളാണ്, നാട്ടില് ഗെറ്റ് ടുഗദറിന് വന്നതാണ് അവര് രണ്ടുപേരും കൂടെ. ഫാമിലി, അദ്ദേഹത്തിന്റെ ഹസ്ബൻഡിന്റെ ഈ മനുഷ്യന്റെ ഫാമിലി ഗെറ്റ് ടുഗദറിന് വന്നു. അപ്പോ ഈ വൈഫ് കുറേ സാധനങ്ങളൊക്കെ മുംബൈയിൽ നിന്ന് വാങ്ങി. അവർ ഭയങ്കര സെൽഫ് കെയർ കൊടുക്കുന്ന ലേഡിയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് പറയണം, മുടി കളർ ചെയ്യും, ഒരുപാട് ദുപ്പട്ട യൂസ് ചെയ്യും, ഡിഫറെന്റ് ദുപ്പട്ട, ചുരിദാറുകള്, ഷൂസ്, ബാഗ്സ് എല്ലാം മാച്ച് ചെയ്ത്, ബാംഗിൾസ് വാങ്ങും, ഇയർ ഹാങ്ങിങ്സ് വാങ്ങും, കുറേ സാധനങ്ങൾ വാങ്ങി ഇവര് പിന്നെ ബാഗില് കൂട്ടി വെച്ചിട്ട് ഇവര് ഹോട്ടലിൽ വെച്ചിട്ട് അവർ രണ്ടുപേരുടെ ഫാമിലി ഗെറ്റ് ടുഗദറിന് പോയി. അവിടെ വെച്ചിട്ട് ഇവരുടെ ഫാമിലി, ഈ മനുഷ്യന്റെ ഫാമിലിയിലുള്ള അദ്ദേഹത്തിന്റെ പേര് നമുക്ക് വിജയ് എന്ന് പറയും. വിജയിന്റെ ഫാമിലിയിലുള്ള ഫാമിലി സിബ്ലിങ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്ത ഇദ്ദേഹമാണ്. അപ്പൊ ഈ ഇദ്ദേഹം ഏതോ ഒരാള് കുറച്ച് പ്രോപ്പർട്ടി ഇഷ്യൂ, ഒരു പ്രോപ്പർട്ടിയുടെ, അതായത് അവരുടെ ആൻസിസ്റ്റർ പ്രോപ്പർട്ടിയുടെ ഒരു ഡിവിഷൻ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ ഈ മനുഷ്യനെ ആരോ ഒരാള്, സിബ്ലിങ്സ്, കസിൻ ബ്രദർ ആരോ മോശമായിട്ട് സംസാരിച്ചു. വൈഫ് ഇതിനകത്ത് ഇടപെട്ടു. വൈഫ് ഉറക്കെ സംസാരിച്ചു, ഉച്ചത്തിൽ സംസാരിച്ചു. അവർക്ക് പ്രഷർ കയറിയിട്ട് അവര് ഈ ഒരു ഇതിനകത്തുനിന്ന് പിന്നെ ഈ ഒരു ട്രീറ്റ്മെന്റിൽ നിന്ന് തിരിച്ചു വന്നവരാണ്. പക്ഷെ ഇങ്ങനെ ഉറക്കെ സംസാരിച്ചപ്പോൾ അവർക്ക് BP ഷൂട്ട് ചെയ്തിട്ട് അവരുടെ ബ്രെയിനിന്റെ വെയിൻ സ്ക്രാച്ച് ചെയ്ത് പൊട്ടി. അപ്പോഴും അൺകോൺഷ്യസ് ആയി. എല്ലാവരുടെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പം അവർ പറഞ്ഞു പിന്നെ അപ്പൊ ഡോക്ടേഴ്സ്, മുംബൈയിലെ ഡോക്ടേഴ്സ് പറഞ്ഞു പെട്ടെന്ന് സർജറി നടത്തണം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും ചെയ്തോളൂ, എങ്ങനെയെങ്കിലും എന്റെ വൈഫ് കോൺഷ്യസ് ആയാൽ ബോധം തിരിച്ചു വന്നാൽ മതി, സർജറി ചെയ്യുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സർജറി ചെയ്തിട്ട് അവര് കണ്ണുറക്കുന്നില്ല, അവര് കോമയിൽ തന്നെ പോയി. പിന്നെ അവര് ഫോറിൻ ഡോക്ടേഴ്സിനെ വരുത്തി. അപ്പൊ ഡോക്ടർ ഒരുപാട് വഴക്ക് പറഞ്ഞു അത്രേ, എന്തിനാണ് ഈ ഒരു സർജറി, കാര്യമില്ല, ബ്രെയിൻ ഡെത്ത് അപ്പോഴേ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. 12 ദിവസം വീണ്ടും ഒരു വെന്റിലേറ്ററിൽ വെച്ചു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അത് 13ാമത്തെ ദിവസം ഇത് റിമൂവ് ചെയ്തു, അവര് മരിച്ചു. അപ്പൊ ഈ മനുഷ്യൻ പിന്നീട് ചെയ്ത കാര്യമാണ് എനിക്ക് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എന്റെ വൈഫ് എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ എപ്പോഴെങ്കിലും മരിച്ചാലും, ഞാൻ 37 വർഷം വരെ ജീവിച്ച ഒരു UK ഒരു അതിമനോഹരമായ ഒരു വീടുണ്ട്. ആ വീട് ഏറ്റവും ഭംഗിയായിട്ട് ഫർണിഷ് ചെയ്യുകയാണ് ഇവരെ ഹോബി.
ഇദ്ദേഹം വലിയൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഫിനാൻഷ്യലി ഒരു വെൽ ഓഫ് ആണ്. ഓരോ ദിവസം ഓരോ കോർണറിൽ പൂ വെക്കും, അല്ലെങ്കിൽ ഇപ്പുറത്ത് കോട്ടൺ മാറ്റും, അപ്പുറത്ത് വേറൊരു സംഭവം ചെയ്യും, ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ ഇവര് പറഞ്ഞു ഒരു തേംസ് നദിയുടെ ഏതാണ്ട് ഒരു അതിന്റെ ഒരു ബാങ്ക് ആ ഒരു ബാങ്ക് തീരത്ത് ആണ് അവരുടെ വില്ല ഉള്ള. അപ്പൊ ഇവര് പറഞ്ഞിട്ടുള്ള ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വെച്ചാൽ മരിച്ചു പോയാൽ എന്റെ ബോഡി അവിടെ തിരിച്ചു കൊണ്ടുപോകണം. ഇദ്ദേഹം തിരിച്ച് അവിടെ കൊണ്ടുപോകും എന്ന് പറയും. എത്രയോ മണിക്കൂറുകൾ ട്രാവൽ ചെയ്ത് എംബാം ചെയ്ത ബോഡി തിരിച്ചു കൊണ്ടുപോയി അവിടെ സംസ്കരിച്ചു. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യന് ആ മരണം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം 50+ ആണ്, 37 ഇയേഴ്സ് ഓഫ് ഗെറ്റ് ടുഗദർനെസ് അവരുടെ ലൈഫിൽ. എന്തോ ഒരു ഇന്റിമസി ആണ് അവരുടെ ഒരു ലൈഫിൽ, ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് അത് മറക്കാൻ പറ്റാതെയാണ് അദ്ദേഹം ആ വീട്ടിൽ ജീവിക്കാൻ വയ്യാതെ എല്ലായിടത്തും എന്റെ വൈഫിന്റെ ഓർമ്മകൾ, എന്റെ വൈഫ് അവിടെ നിൽക്കുന്ന പോലെ, വൈഫ് ചിരിക്കുന്ന പോലെ എനിക്ക് അവിടെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു മകനോടൊപ്പം US പോയി. US നിന്നാണ് ഇവിടെ വന്നത്. ഞാൻ ഓർക്കുമായിരുന്നു ഇത്രയും വർഷത്തെ എന്നിട്ട് അദ്ദേഹത്തിനോട് സംസാരിച്ച അദ്ദേഹം പറയണേ ഒരിക്കൽ പോലും എനിക്ക് വെറുപ്പുണ്ടാകുന്ന ഒരു കാര്യവും ഞങ്ങൾ തങ്ങളിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് എനിക്ക് അങ്ങനെ വെച്ചിട്ടെങ്കിലും എനിക്കൊന്ന് ആശ്വസിക്കുന്നു, അതുപോലും എനിക്കില്ല. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ എങ്ങനെയാണ് ഗിവ് ചെയ്യുക എന്നുള്ളത്. എത്രത്തോളം ഗിവ് ചെയ്യുന്നുണ്ട്, സ്നേഹം പരസ്പരം കൊടുക്കുക എന്നുള്ളതാണ് അവർ രണ്ടുപേരും ചെയ്യുന്നത്. അതൊരു എറ്റേണൽ ലവ് ആണ്. അങ്ങനെ അപൂർവമായിട്ടാണ് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുമുട്ടാൻ സാധിക്കുക. സോ നമ്മളൊരു ഗിവേഴ്സായി മാറുക, അൺകണ്ടീഷണലി സ്നേഹം കൊടുക്കാൻ, നമുക്കുള്ളതൊക്കെ കൊടുക്കാൻ, ഒരു സ്മൈലോ അല്ലെങ്കിൽ നല്ല വാക്കോ ഒക്കെ കൊടുക്കാൻ കഴിയുന്ന ടേക്കേഴ്സ് ആകാതിരിക്കുക, ഗിവേഴ്സായി മാറുക. ആൻഡ് ലിസൺ വൈൽ ആസ് അതേഴ്സ് ടോക്ക്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നമ്മൾ ലിസണറായി മാറുക, ലിസൺ ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്മൈൽ ആസ് അതേഴ്സ് ഫ്രോൺ. മറ്റുള്ളവര് ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ, മസിൽ പിടിച്ചിരിക്കുമ്പോൾ ചിരിക്കുക. ഈ സീക്രട്സ്, ഇത്രയും പറഞ്ഞ സീക്രട്സിൽ ഒരു 10 നമ്മൾ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് 6 സീക്രട്സ് ഈ പറഞ്ഞതിൽ 10 ഡെയിലി ലൈഫിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് വണ്ടർഫുൾ ലൈഫ്. അതിന് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ജീവിതം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോ ഇത്രയും നേരം വളരെ നല്ല ബിസിനസ് ആയിരുന്നു. നിങ്ങൾ എല്ലാവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഈ ടേക്ക് അവേസ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഗിവറായി മാറുമെന്ന് വിചാരിക്കുന്നു. സ്മൈൽ ചെയ്യാനും സ്നേഹം കൊടുക്കാനും ഒക്കെ കഴിവുള്ള, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിവുള്ള ആളുകളായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടൈം തീരാറായി. ഞാൻ എൻ്റെ വാക്കുകളിവിടെ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പേഷ്യന്റ് ലിസണിങ്ങിന് വളരെ സന്തോഷം. എൻഡ് വരെ നിങ്ങൾ ഇരുന്നതിനും വളരെ സന്തോഷം. നെക്സ്റ്റ് വീക്കിൽ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഓർ ഫീഡ്ബാക്സ്, എനി കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താങ്ക് യു പ്രേമാനന്ദ്, നിങ്ങൾക്ക് പറയാം. താങ്ക് യു താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സനീജ. താങ്ക് യു സനീജ ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ലിസി. എന്തുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. അപ്പൊ എന്റെ ലിസിയുടെ ഞാൻ ഒരു മിനിറ്റ്, ഞാൻ സത്യം പറഞ്ഞ റൂമിലായത് കാരണമാണ് കേട്ടോ വീഡിയോ ഓൺ ചെയ്യാൻ. ഞാൻ ഉറങ്ങാനായിട്ടല്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു ക്ലാസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പഴേ ഇപ്പൊ മോളും കൂടെ എന്റെ കൂടെ ഇരുന്ന് ക്ലാസ് കേൾക്കുന്നുണ്ടായിരുന്നു. അവള് PG ഡോക്ടർ അല്ലേ, PGയുടെ എക്സാം ആണ് ജൂൺ 23. അപ്പൊ എന്നോട് നെക്സ്റ്റ് സൺഡേ. അപ്പൊ മാമിനോടൊന്ന് ചോദിക്കാൻ പറഞ്ഞു അതിനെന്തെങ്കിലും ഒരു റെമഡി ഉണ്ട്. 10 days ഉണ്ട്, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്. തീർച്ചയായിട്ടും ഈ 10 days hi dear. ഈ 10 days is more than enough. കംപ്ലീറ്റ് പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരിക, ഏറ്റവും നന്നായിട്ട് ചിന്തിക്കുക, എക്സാമിനേഷൻ റിസൾട്ട് ഔട്ട്കമ്മിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, പോസിറ്റീവായി ഇരിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് മൂവ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് നടത്തുക, പഠിക്കുന്നതിനിടെ ഇൻ ബിറ്റ്വീൻ ഒരു സ്റ്റോൺ എടുത്ത് വെക്കുക, ബോറടിക്കുമ്പോൾ ഈ സ്റ്റോൺ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, തിരിച്ചുകൊണ്ട് വയ്ക്കുക, അടുത്ത പോർഷൻ എടുക്കുക, എഗെയിൻ വെള്ളം കുടിക്കുക. ഇങ്ങനത്തെ കുറച്ച് കാര്യം. ഭയങ്കര സെൽഫ് ഡൗട്ട് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ഇങ്ങനെ ലോ ആയിക്കൊണ്ടിരിക്കും. പിന്നെ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കും. വാട്ട് ഇഫ് ദ റിസൾട്ട് ഗോസ് ഡൗൺ എന്നുള്ളൊരു ടെൻഷൻ ആണ്. ലൈഫില് എന്താണ് മോളുടെ പേരെന്താ? നസ്രീൻ. ലൈഫിൽ ഇതുവരെ എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഏതെല്ലാം പരീക്ഷകൾ ക്വാളിഫൈ ചെയ്തു. സോ യു ഹാവ് ടു റൈറ്റ് ഓൾ ദ അച്ചീവ്മെന്റ്സ്. അതിന്റെ ഇങ്ങനെ പോയിന്റ് മാത്രം ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെ ക്വാളിഫൈ ചെയ്ത എക്സാമിനേഷൻസ്, നേടിയ അച്ചീവ്മെന്റ്സ്, അക്കംപ്ലിഷ്മെന്റ്സ്, ആ പോയിന്റ് മാത്രം ഒന്ന് എഴുതി വെക്കണം.
എഴുതി വെച്ചിട്ട് ഈ ഡൗട്ട് വരുന്ന സെൽഫ് ഡൗട്ട് വരുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യും, ഉറക്കെ വായിക്കും, എന്നിട്ട് 2 സെൽഫ് അപ്രീസിയേഷൻ കൊടുക്കും. എന്നിട്ട് പറയും നെസ്രിൻ യു ആർ റോക്കിംഗ് എന്ന് പറയും. എന്നിട്ട് പറയും യു ആർ കോൺഫിഡന്റ്, യു ആർ പവർഫുൾ, യു ആർ സ്ട്രോങ്, യു ആർ അമേസിംഗ് പറയേ. ആ സ്റ്റേറ്റ്മെന്റ് പറയും വീണ്ടും വീണ്ടായിട്ടുള്ള ഇൻക്രീസ് യുവർ സെൽഫ് ലവ്. അപ്പൊ നമ്മുടെ സെൽഫ് ഡൗട്ട് പോകും, നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് യു നീഡ് സംതിങ് മോർ. എനിക്ക് സഞ്ജയ് അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഐ വിൽ ഗിവ് യു സംതിങ് മോർ. ഓക്കെ, സമയം താമസിച്ചു വരുന്നുണ്ട്. Thank you so much for such an amazing session. Thank you. Hope to meet you Hi. in person. Sure. ദുബായിലാണ്, അപ്പൊ I'll come. Dubai-ലാണോ? and Oh, meet. then okay, it's okay, we can meet. Husband ദുബായിലാണ്. So Oh, after വരുന്ന exam I'll come. Sure. Yeah, we sure, can sure. meet. Okay. Very good. Any other ലിസി questions? Thank you. താങ്ക് യു, ഒത്തിരി നന്ദി. കാര്യം ഒരു ക്ലാസ്സും അങ്ങനെ സാധാരണ ഇവളങ്ങനെ ഇങ്ങനെയുള്ള ഞാൻ ഏതെങ്കിലും ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കാറില്ല. ഇന്നിപ്പോ ഞാൻ ഹെഡ്സെറ്റ് വെച്ചോണ്ടിരുന്നിട്ട് അവള് ചെറുതായിട്ട് ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഉമ്മി എനിക്ക് മാമിന്റെ ക്ലാസ് നല്ലതാണെന്ന് തോന്നല്ലോ, എന്നെയും കൂടെ കേൾപ്പിക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഫുൾ ക്ലാസ് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. Very good. താങ്ക് യു, സൂപ്പർ അമേസിംഗ് സെഷൻ ആയിരുന്നു കേട്ടോ. താങ്ക് യു. യോഗ ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നില്ലേ? ഓ, നന്നായിട്ട് സൂപ്പറായിട്ട് പോകുന്നുണ്ട്. അടിപൊളിയാക്കും കേട്ടോ. ഒരുപാട് പേര് ജോയിൻ ചെയ്യട്ടെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും സംസാരിക്കാനോ പറയാനോ? ബുഹൈറ, ഞാൻ വിചാരിക്കുന്ന ബുഹൈറയാണോ? എനിക്ക് അറിയുന്ന ബുഹൈറയാണോ? അറിയില്ല. അതെ. ആണോ? അത് മുഖം ഒന്ന് കാണിക്കുമോ? ഒരുപാട് അതെ, പക്ഷെ ഞാൻ വിട്ടുപോയി. 8:30 കയറണമെന്ന് വിചാരിച്ചു, പക്ഷെ വിട്ടുപോയി. 9 മണി കഴിഞ്ഞപ്പോഴാണ് കയറുന്നത്. ഇപ്പൊ ഏതാ സൂപ്രണ്ട് ആയോ ബുഹൈറ? പിന്നെ ആണോ? SS ആണോ? സൂപ്രണ്ട് എവിടെയാണ്? ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഡയറക്ടറേറ്റ് തന്നെ ഉണ്ട്. ഡയറക്ടറേറ്റ്. വളരെ സന്തോഷം. എല്ലാരും അന്വേഷിച്ചെന്ന് പറയൂ കേട്ടോ. ഓക്കെ. ബെറ്റ്സി, സുഖാണോ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്തായി കാര്യങ്ങളൊക്കെ? ഒരുവിധം എല്ലാം ലെവലായോ? PhD-യുടെ പകുതിയായി. പ്രോട്ടോകോൾ പ്രസന്റേഷൻ വെയിറ്റ് ചെയ്യുന്നു. മാഡത്തിന്റെ ക്ലാസ് ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇനിയിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്തോളാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും 1 മിനിറ്റ് ഞാൻ എക്സ്ട്രാ എടുത്തു. വിൽ സീ യു നെക്സ്റ്റ് തേഴ്സ്ഡേ. ബൈ. താങ്ക് യു. താങ്ക് യു. എന്റെ ചോപ്പല് താങ്ക് യു. വെൽക്കം. ഹലോ.